ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ 27/7/22 അതായത് നാളെ നടക്കുന്ന മാത്തമാറ്റിക്സ് 2 എക്സാമിൻ്റെ മുന്നോടിയായി നടത്തുന്ന ഒരു ലൈവ് സെക്ഷനാണിത്. അപ്പോൾ നമുക്ക് ആദ്യം എക്സാമിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മുടെ എക്സാം 75 മാർക്കിലേക്കാണ്. 4 മൊഡ്യൂളാണുള്ളത്. അതിൽ 20 മാർക്ക് മിനിമം ഇൻറ്റേർണൽ ഉണ്ട് എങ്കിൽ നമുക്ക് പാസ്സാവാൻ വേണ്ടത് 30 മാർക്കാണ്. അപ്പോൾ നാളത്തെ എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ട് പാസ്സാവാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് അത് നമ്മളെന്താണ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. ഒരു മോർണിംഗ് സെക്ഷനിൽ ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർനൂൺ സെക്ഷനിൽ രേഷ്മ മിസ്സിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് 2 സെക്ഷൻ നിങ്ങൾ കാണുക. അപ്പോൾ ആദ്യം പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫിലിമൊക്കെ കാണുമ്പോൾ ഇരുന്ന് കാണാതെ എന്ത് ചെയ്യുക, ബുക്ക്, പെന്ന്, കാൽക്കുലേറ്റർ എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് ആദ്യം റെഡി ആയിരിക്കുക. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇതൊരു റെഗുലർ ക്ലാസ് അല്ല, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പല ഭാഗത്തുനിന്നും മിക്സ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അങ്ങനെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ പഠിച്ചിട്ട് പോകും കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ 4 മൊഡ്യൂൾ പറഞ്ഞാൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻ രാവിലെ ഉണ്ടാവും, കുറച്ച് ക്വസ്റ്റ്യൻ എല്ലാ മൊഡ്യൂളും ഇങ്ങനെ തന്നെയാണ്, രാവിലെയും ഉച്ചക്കത്തെ സെക്ഷനിലും ആയിട്ട് ഉണ്ടാവും. അപ്പോൾ 2 സെക്ഷനും നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. നന്നായിട്ട് ഇരുന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പോവുക. അപ്പോൾ നാളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്, ഇത് 7 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇതാണ്: ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ഇൻവേഴ്സ് കാണാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഇൻവേഴ്സ് ഓഫ് ഒരു മാട്രിക്സ് തന്നിട്ട് 1 0 2 2 1 0 3 2 1. ഓക്കെ. ഇങ്ങനെ ഒരു മാട്രിക്സ് തരും, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കാണാൻ നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയണം. എ എന്ന് പറഞ്ഞ ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണണമെങ്കിൽ അതിൻ്റെ അഡ്ജോയിൻ്റ് മാട്രിക്സ് നമ്മളിങ്ങനെയാണ് എഴുതാറ്: ADJ അഡ്ജോയിൻ്റ് മാട്രിക്സ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ. ഓക്കെ. എന്താണ് ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല? അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. ഓക്കെ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ആവശ്യമുണ്ട്? നമുക്ക് അഡ്ജോയിൻ്റ് കാണണം, ഡിറ്റർമിനൻ്റ് കാണണം. നമുക്ക് ആദ്യം ഈ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കാണണമെന്ന് നോക്കാം. ഒരു മാട്രിക്സ് തന്നാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലെ എലമെൻസിനെ ഡിറ്റർമിനൻറ്റിൻ്റെ ഉള്ളിലേക്ക് മാറ്റും. 1 0 2 2 1 0 3 2 1. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിത് കാണുമ്പോൾ ആദ്യം ഇവിടെ പ്ലസ് ഇടും, മൈനസ്, പ്ലസ്, ഈ ഓർഡറിലാണ് ഡിറ്റർമിനൻ്റ് കാണുക. എപ്പോഴും ഇതിങ്ങനെ ഇട്ട് വെച്ചോണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇനി ആദ്യത്തെ നമ്പർ +1 ഇൻറ്റു ആ 1 നിൽക്കുന്ന കോളവും 1 നിൽക്കുന്ന റോയും ഒഴിവാക്കുക. താഴോട്ടുള്ള കോളം, ഹൊറിസോണ്ടലി ഉള്ളത് റോ. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒഴിവാക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക. 1 × 1 -2 × 0. ഓക്കെ. അടുത്തത് -0 ഇൻറ്റു 0 നിൽക്കുന്ന കോളവും 0 നിൽക്കുന്ന റോയും ഒഴിവാക്കുക. ബാക്കിയുള്ള ക്രോസ് ആയിട്ട് ഗുണിക്കുക. 2 × 1 മൈനസ് എന്താ വരിക, 2 × 1 -3 × 0. ഇനി അടുത്തത് +2 ഇൻറ്റു ഈ കോളവും ഈ റോയും ഒഴിവാക്കുക. ബാക്കിയുള്ള ക്രോസ് ആയിട്ട് ഗുണിക്കുക. 2 × 2 -3 × 1. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈക്വൽ ടു 1 ഇൻറ്റു +1 എന്ന് പറഞ്ഞാൽ 1 -2 × 0. 0 കൊണ്ട് ഏതിനെ ഗുണിച്ചാലും 0 ആണ്. അതുകൊണ്ട് ഇവിടെ 1 - 0 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കുക, നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് തന്നെ വന്നാലും ഈ പുറത്ത് 0 ആയതുകൊണ്ട് ആ ടേം ഫുൾ എന്തായി, 0 ആയിപ്പോയി. ഇനി ഇവിടെ +2 ഇൻറ്റു ഇവിടെ വരുന്നത് എന്താ, 4 - 3 എന്തരും, 1 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടും, 1 × 1 ഇവിടെ 0 ആണെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല. 1 + 2 = 3 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ നമ്മൾ കണ്ടുവച്ചു. അതിനെ എവിടെ ഇരിക്കട്ടെ, ഡിറ്റർമിനൻ്റ് എ നമുക്ക് ഇങ്ങോട്ട് മാറ്റി ചെയ്ത് അതെന്താ കിട്ടിയത്, 3 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാനുള്ളത് അഡ്ജോയിൻ്റ് എ എന്നാണ്. അഡ്ജോയിൻ്റ് എ. അപ്പോൾ അഡ്ജോയിൻ്റ് കാണണമെങ്കിൽ നമുക്ക് ആദ്യം അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. ഒരു മാട്രിക്സിൻ്റെ കോഫാക്ടറിനെ കുറിച്ചും അഡ്ജോയിൻറ്റിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ പല മെത്തേഡുകളുണ്ട് അത് കാണാൻ. അതിൽ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കോഫാക്ടർ കാണും. ഒരു മാട്രിക്സിൻ്റെ കോഫാക്ടർ കാണും. അപ്പോൾ കോഫാക്ടർ കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ തന്ന മാട്രിക്സിന് എന്ത് ചെയ്യാം, 4 പ്രാവശ്യമാക്കിയിട്ട് എഴുതാം. 4 പ്രാവശ്യമായിട്ട്, അതായത് 1 0 2 2 1 0 3 2 1. ഓക്കെ. ഇതിന് ഈ മാട്രിക്സിന് ഒന്നും കൂടി എഴുതുക. 1 0 2 2 1 0. ഇതിനെ യഥാക്രമം ഓർഡർ തന്നെ എഴുതാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മളിത് തെറ്റിപ്പോകും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇനി 3 2 1. ഓക്കെ. ഇനി 1 0 2 2 1 0
3 2 1. ഓക്കെ, അടുത്തത് 1 0 2 2 1 0 3 2 1. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും തലക്കയുള്ള ഈ നമ്പേഴ്സിനെ ഫുള്ള് വെട്ടിക്കളയും. ഓക്കെ, ഇത് ഫുള്ള് വെട്ടിക്കളയും, ബാക്കിയുള്ളതിനെ ക്രോസായിട്ട് ഗുണിക്കുക. ഓക്കെ, ഓരോ ടേമും ക്രോസായിട്ട് ഗുണിക്കുക. അപ്പോൾ എന്താ കിട്ടുക? ഇതിനൊരു മാട്രിക്സിൻ്റെ ഉള്ളിലേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കോഫാക്ടർ മാട്രിക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെ വരുന്നത് നോക്കാം. 1 × 1 1 മൈനസ് 2 × 0 0. ഇനി 0 × 3 0 മൈനസ് 1 × 2 2. അടുത്തത് 2 × 2 4 മൈനസ് 1 × 3 എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അടുത്തത് ഇതേപോലെ തന്നെ 2 × 2 4 മൈനസ് 0 × 1 2 × 2 4 മൈനസ് 0 × 1 പറഞ്ഞാൽ 0. അടുത്ത വരുന്നത് 1 മൈനസ് 2 × 3 6. ഇനി 3 × 0 0 മൈനസ് 1 × 2 എന്ന് പറഞ്ഞാൽ 2. അടുത്ത വരുന്നത് 0 × 0 0 മൈനസ് 2. ഇനി 4 മൈനസ് 0. അടുത്തത് വരുന്നത് 1 മൈനസ് 0 1 മൈനസ് 0. ഓക്കെ, അപ്പോൾ ഇതെന്താ കിട്ടണമെന്ന് നോക്കാം. ഇതൊരു മാട്രിക്സ് ആയിട്ട് നമുക്കൊന്ന് എടുത്ത് എഴുതാം. എന്താ കിട്ടുക? ഇവിടെ നോക്ക് നിങ്ങൾ, എന്ത് വരുന്നത്? എന്താ വരിക? 1 മൈനസ് 2 1 4 മൈനസ് 5 മൈനസ് 2 മൈനസ് 2 4 1 കേട്ടോ. അപ്പോൾ എന്താണ് കിട്ടുക? കോഫാക്ടർ മാട്രിക്സ് 1 മൈനസ് 2 1 4 മൈനസ് 5 മൈനസ് 2 മൈനസ് 2 4 1. ഇനി നമ്മൾ കോഫാക്ടറും അഡ്ജോയിൻറ്റും തമ്മിലുള്ള ബന്ധം എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് കോഫാക്ടറും അഡ്ജോയിൻറ്റും തമ്മിലുള്ള? അതിന് നമ്മൾ ട്രാൻസ്പോസ് പറഞ്ഞ ടേമിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു മാട്രിക്സിൻ്റെ റോ എടുത്ത് അതിനെ കോളമാക്കി മാറ്റുന്നതിന്, അല്ലെങ്കിൽ കോളം മാറ്റി റോ ആക്കുന്നതിനാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് അഡ്ജോയിൻറ്റ് പറഞ്ഞാൽ? അഡ്ജോയിൻറ്റ് ഈസ് ദ ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ. ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ കേട്ടോ, ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസിന് എന്താണ് പറയുക? അഡ്ജോയിൻ്റ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഡ്ജോയിൻ്റ് എന്താ കിട്ടുക? അഡ്ജോയിൻ്റ് ഈക്വൽ ടു എന്താ ചെയ്യുക? ഇതിൻ്റെ റോ മാറ്റിയിട്ട് നമ്മൾ കോളാക്കുക. അപ്പോൾ 1 മൈനസ് 2 1 എന്നുള്ളതിനെ കോളാക്കുക. ഇതാണ് ട്രാൻസ്പോസ് പറഞ്ഞാൽ. ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു സെക്ഷനും കൂടിയാണ്. ആഫ്റ്റർനൂൺ സെക്ഷനിൽ അതിലെ ക്വസ്റ്റ്യനൊക്കെ ചെയ്യും കേട്ടോ ടീച്ചർ. ഇനി 4 മൈനസ് 5 മൈനസ് 2 വളരെ സിമ്പിളാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ് ഈ റോ മാറ്റി ഇങ്ങനെ കോളാക്കി എഴുതുക. ഇനി അടുത്ത -2 4 1 -2 4 1. ഇതാണ് അഡ്ജോയിൻറ്റ്. അപ്പോൾ നമ്മൾ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻവേഴ്സ് നമ്മൾ ആദ്യം ഇവിടെ ഇക്വേഷൻ എഴുതിയിരുന്നു അഡ്ജോയിൻറ്റ് ബൈ ഡിറ്റർമിനൻറ്റ്. നമുക്ക് ഡിറ്റർമിനൻറ്റ് അവിടെ എഴുതി വെച്ചിരുന്നു 3. അപ്പോൾ എന്താ ചെയ്യുക? എ ഇൻവേഴ്സ് കാണണമെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ താഴെ എന്ത് ചെയ്യും? ഡിറ്റർമിനൻറ്റും കൂടി കയറി വരും. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെ വരിക? ഈ അഡ്ജോയിൻറ്റ് മാട്രിക്സിൻ്റെ ഓരോ ടേമിനെയും എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉത്തരം ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്ത് ചെയ്യുക? ഓരോ ടേമിൻ്റെയും അടിയിൽ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഹരിക്കുക. അതായത് ഇതേ ഹരിക്കണം ബൈ 3 ആണ്. അപ്പോൾ ഓരോ ടേമിന് അടിയിൽ ചേർത്ത് എഴുതുമ്പോൾ 1/3 4/3 -2/3. ഓക്കെ, അടുത്തത് -2/3 -5/3 4/3. ഇനി 1/3 -2/3 1/3. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ. 1/3 4/3 -2/3 -2/3 -5/3 4/3 1/3 -2/3 1/3. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ച് പറയാനുള്ളത് ഇതാണ്. 30 മാർക്കാണ് പാസ് മാർക്ക് വേണ്ടത്. അതിൽ ഏകദേശം എല്ലാ മൊഡ്യൂളും ഈക്വൽ വെയിറ്റേജ് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് വെക്റ്റർ ഇതാണ് നിങ്ങൾ നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ഭാഗമാണ്. അപ്പോൾ അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻവേഴ്സ് വെച്ചിട്ട് എന്തായാലും ഇൻവേഴ്സ് കാണാറുണ്ട് കഴിഞ്ഞാൽ ഇതോ അല്ലെങ്കിൽ സൊല്യൂഷൻ കാണാൻ ഒരു മെത്തേഡ് അത് വെച്ചിട്ടോ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഫോളോ അപ്പ് ചെയ്ത് പോരും കേട്ടോ. ഇതിങ്ങനെ വെറുതെ കണ്ടിരിക്കാതെ ഓരോന്ന് ചെയ്ത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യുക. നമ്മുടെ അവസാന
ടൈം റിവിഷനാണ്. അപ്പോൾ എല്ലാ സെക്ഷനും നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ കൂടെ സഹകരിക്കുക കേട്ടോ. ഇനി നോക്കി ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻവേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വരാറുണ്ട്. ഇക്വേഷൻ സോൾവ് ചെയ്യാറുണ്ട് എക്സും വൈ ഉള്ളത്. അപ്പോൾ എക്സും വൈ ഉള്ളതിന് മാത്രമാണ് ഇൻവേഴ്സ് മെത്തേഡ്. എക്സും വൈയും സെറ്റും കാണാനാണെങ്കിൽ ഡിറ്റർമിനൻ്റ് മെത്തേഡ് അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂളാണ്. അത് ആഫ്റ്റർനൂൺ സെക്ഷനിൽ മിസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് the equation by finding the inverse of the coefficient matrix. Inverse of the coefficient matrix. Okay. അപ്പോൾ ഇതിൽ എക്സും വൈ ഉള്ളതേ വരുള്ളൂ കേട്ടോ. എക്സും വൈയും സെറ്റ് ഉള്ളത് ഇൻവേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച് വരില്ല, ഡിറ്റർമിനൻ്റ് മെത്തേഡ് ഉപയോഗിച്ച് വരുള്ളൂ. അപ്പോൾ ഇതിൽ നോക്കുക, 2x - y, ഈ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2x - y = 9. ഓക്കെ. വേറെ ഒന്ന് തന്നിരിക്കുന്നത് 4x + y = 3. ഇങ്ങനെ രണ്ട് ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻവേഴ്സ് ഓഫ് ദ മാട്രിക്സ് കോയിഫിഷ്യൻ്റ് മാട്രിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 മാട്രിക്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ അതിൽ ആദ്യം എ എന്ന് പറഞ്ഞൊരു മാട്രിക്സ്, അപ്പോൾ നമുക്ക് എ പറഞ്ഞ മാട്രിക്സ് എന്താ വരിക എന്ന് വെച്ചാൽ, ഈ എക്സിൻ്റെയും വൈൻ്റെയും കൂടെ കിടക്കുന്ന നമ്പേഴ്സ് യഥാക്രമം ഈ കോയിഫിഷ്യൻ്റ് യഥാക്രമം എടുത്ത് എഴുതുക. അപ്പോൾ 2 - 1 4 1. ഓക്കെ. ഇതാണ് എ എന്ന് പറഞ്ഞ മാട്രിക്സ്. പിന്നെ എക്സ് എന്ന് പറഞ്ഞൊരു മാട്രിക്സ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്. ഓക്കെ. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, എക്സ് വൈ ഒരു കോളം മാട്രിക്സ് ആയിട്ട് വരും. ഇനി ഡി എന്ന് പറഞ്ഞൊരു മാട്രിക്സ് ഉണ്ട്. ചിലപ്പോൾ ഡി എന്നായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുക, ചിലപ്പോൾ സി എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിച്ചു വെച്ചാൽ അതേ രീതിയിൽ ഉപയോഗിക്കുക കേട്ടോ. ഡി എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് എടുക്കുന്ന നമ്പേഴ്സ് 9 3. ഓക്കെ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിന് ഇക്വേഷനിക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ എക്സ് = എ ഇൻവേഴ്സ് ഡി ആണ്. എക്സ് = എ ഇൻവേഴ്സ് ഡി. ഓക്കെ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്ക്. അപ്പോൾ നമുക്ക് ഏതൊക്കെ അറിയണം? എ ഇൻവേഴ്സ് അറിയണം. എ നമ്മളെ കയ്യിലുള്ളൂ, നമുക്ക് ഇൻവേഴ്സ് അറിയണം അല്ലേ. പിന്നെ എന്ത് ചെയ്യണം? ഡി എന്ന് പറഞ്ഞ മാട്രിക്സ് എന്ത് ചെയ്യണം? എ ഇൻവേഴ്സിനെ കൊണ്ട് ഗുണിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എ ഇൻവേഴ്സിനെ ഡി കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്താ ചെയ്യാം? നമുക്ക് എ ഇൻവേഴ്സ് ഒന്ന് കാണാം. എ ഇൻവേഴ്സ് കാണണമെങ്കിൽ ഇവിടെ നോക്ക്, എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. എന്താ വരിക? അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഓക്കെ. അപ്പോൾ ഇതിന് അഡ്ജോയിൻറ്റും വേണം, ഡിറ്റർമിനൻ്റ് ഓഫ് എയും വേണം. അപ്പോൾ നിങ്ങൾ ആദ്യം ഡിറ്റർമിനൻ്റ് എപ്പോഴും ഇത് കണ്ടുവെക്കുക കേട്ടോ. ഇൻവേഴ്സ് കാണാൻ ക്വസ്റ്റ്യൻ വന്നാൽ ഡിറ്റർമിനൻ്റ് ആദ്യം കണ്ടുവെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഡ്ജോയിൻ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ചില കുട്ടികൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുവെക്കും. അപ്പോൾ നമ്മൾ ഉത്തരം തെറ്റും. അപ്പോൾ എ എന്ന് പറഞ്ഞ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നോക്കാം. ഡിറ്റർമിനൻ്റ് എ = എന്താ ചെയ്യുക? അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ ക്രോസ് ആയിട്ട് ഗുണിക്കാം. 2 × 1 - 4 × -1. 4 × -1. അപ്പോൾ എന്ത് കിട്ടും? 2. ഇവിടെ -4 × -1 ആണ് കേട്ടോ. അപ്പോൾ എന്ത് വരും? +4 എന്ത് വരും? 6 എന്ന് കിട്ടും. ഇവിടുത്തെ പ്ലസിന് മൈനസിന് കാര്യമൊക്കെ നമ്മൾ ഇതിന് മുന്നൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിന് ഇനി സമയം കളയില്ല. ഇനി ഇത് ഡൗട്ടുള്ള ഒരു നേരെ കാൽക്കുലേറ്റർ ഇതേപോലെ തന്നെ അങ്ങോട്ട് അടിക്കട്ടോ. -4 × -1 എന്ന്. അപ്പോൾ കറക്റ്റ് ആൻസർ 6 എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് അഡ്ജോയിൻറ്റ് കാണാം. നമ്മൾ അഡ്ജോയിൻറ്റ് നേരത്തെ കണ്ടു അല്ലേ. കോഫാക്ടർ കണ്ടിട്ട് കോഫാക്ടർ ഇങ്ങനെ 4 എഴുതിയിട്ട് സൈഡൊക്കെ വെട്ടി കളഞ്ഞിട്ട് കോഫാക്ടർ കണ്ടു, എന്നിട്ട് അതിനെ ട്രാൻസ്പോസ് ചെയ്ത് അഡ്ജോയിൻറ്റ് എടുത്തു. ഇനി ഓർഡർ 2 ആയതിന് അഡ്ജോയിൻറ്റ് കാണാൻ ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ ഓർഡർ 2 ആയതിൻ്റെ അഡ്ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് എ = നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെയാണ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഇതാണ് 2ഉം 1ഉം. അതിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക? 1നെ ഇങ്ങോട്ട് എടുത്തിടുക. 1 ഇവിടെ, 2 എന്തരും ഇങ്ങോട്ട് വരും കേട്ടോ. 1ഉം 2ഉം പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇനി മെയിൻ ഡയഗണൽ അല്ലാത്ത ഈ ഡയഗണലിൻ്റെ എന്ത് ചെയ്യുക? സൈന് മാത്രം മാറ്റിയിടുക. നമ്പർ മാറ്റരുത്, സൈൻ മാത്രം കേട്ടോ. അപ്പോൾ ഇവിടെ -1 ഉള്ളത് എന്ത് ചെയ്യുക? +1 ആകും. ഇനി ഇവിടെ നിലവിൽ എന്താണോ സൈന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇടുക. ഇപ്പോൾ ഇത് +4 ആണ്, അതെന്താവും? -4y. ഓക്കെ. ഇതിന് ശരിയായ മെത്തേഡ് കുറച്ച് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അഡ്ജോയിൻറ്റ് കാണാനുള്ള വഴി ഇതാണ് കേട്ടോ. അപ്പോൾ അഡ്ജോയിൻറ്റ് = 1 to 1 -4 ഇങ്ങനെ കിട്ടും. ഇനി നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുകൂടെ. എ ഇൻവേഴ്സ് = എന്താണ്? അഡ്ജോയിൻറ്റ് ബൈ ഡിറ്റർമിനൻ്റ്. ഓക്കെ. അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എന്താ വരിക? 1 1 -4 2 ബൈ ഡിറ്റർമിനൻ്റ് എന്താ കിട്ടിയത്? 6. ഓക്കെ. 6. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്ന് നോക്കാം. ഇനി അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു?
ഇതൊക്കെ എഴുതിയെടുക്കട്ടോ, നിങ്ങൾ കൂടെ തന്നെ എഴുതി പോരുക, ശ്രദ്ധിച്ചിരിക്കുക. ഇനി എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? നമ്മൾ അടിയിൽ എഴുതിയ 6 എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ നേരെ ഓരോന്നിൻ്റെയും താഴോട്ട് ചേർത്ത് എഴുതുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? 1/6 1 -4 2 കേട്ടോ. ഓക്കെ, നമ്മൾ ആൻസർ ഒന്ന് കറക്റ്റ് എല്ലാം ചെക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ നമ്മൾ മൊത്തം മാറ്റാൻ നിൽക്കുന്നുണ്ട്. 1/6 1/6 പിന്നെ -4/6 പിന്നെ 2/6. ഓക്കെ, ഇതിനൊക്കെ ഇനി എന്താണ് വെട്ടി ചെറുതാക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് പോകണില്ല, കാരണം എന്താണ് ഡിനോമിനേറ്റർ രണ്ടിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം വന്നാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഇനി നമുക്ക് എന്താണ് നമ്മളിവിടെ എഴുതിയിരുന്നു, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻവേഴ്സ് ഡി ആണ്. എ ഇൻവേഴ്സിന് ഡി കൊണ്ട് ഗുണിക്കുകയാണ് എക്സ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ എ ഇൻവേഴ്സ് ഇപ്പോൾ കിട്ടിയത് ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് പറഞ്ഞാൽ 1/6 1/6 -4/6 2/6. ഇതിനെന്ത് ചെയ്യുന്നു? ഡി എന്ന് പറഞ്ഞ മാട്രിക്സ് കൊണ്ട് ഗുണിക്കുക. ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരുന്നത് എന്താണ്? ആ ഈക്വൽറ്റിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നത് 9 3 അല്ലേ? ഡി എന്ന് പറഞ്ഞാൽ 9 3. ഇനി എങ്ങനെയാണ് മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക? മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉച്ചയ്ക്ക് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് മാട്രിക്സിൽ നിന്ന് റോ സെലക്ട് ചെയ്യണം, രണ്ടാമത്തെ മാട്രിക്സിൽ നിന്ന് കോളവും സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മാട്രിക്സിൽ നിന്ന് റോ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ എലമെൻറ്റ് കൊണ്ട് ഈ കോളത്തിലെ ആദ്യത്തെ എലമെൻറ്റിനെ ഗുണിക്കുക, ഇവിടുത്തെ രണ്ടാമത്തെ കൊണ്ട് ആ കോളത്തിൽ തന്നെ രണ്ടാമത്തിനെ ഗുണിക്കുക. ഇനി അപ്പുറത്തേക്ക് ഒരു കോളം കൂടി ഉണ്ടെങ്കിൽ അതിനെയും ഗുണിക്കണം, അത് അപ്പുറത്ത് മാറ്റി എഴുതണം. അപ്പോൾ അടിക്കുള്ളത് എന്താണ്? കോളത്തിലെ എലമെൻറ്റിനെ പ്ലസ് ഇട്ട് എഴുതി പോകുക. അപ്പോൾ അതായത് ഇങ്ങനെയാണ് വരിക. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് 1/6 എടുക്കുന്നു, 1/6 × 9 ഓക്കെ, പ്ലസ് 1/6 × 3. ഇനി ഇവിടെ അടിയിൽ എന്താ വരിക? -4/6 × വീണ്ടും 9 പ്ലസ് 2/6 × 3. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നോക്ക് നിങ്ങൾ, അതായത് ഇതെന്താ കിട്ടണമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്ക്, 1/6 × 9 ഈ മുകളത്തെ നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക. അപ്പോൾ എന്തരും? 9/6 പ്ലസ് എന്തരും? 3/6. ഓക്കെ, ഇനി അടിയിൽ എന്താ വരിക? -4 × 9 -36/6 പ്ലസ് എന്തരും? 6/6. ഇതൊക്കെ ചെറുതാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്പേഴ്സ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിനോമിനേറ്റർ സെയിം വന്നുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഇടുകയാണ്. ഇനി എന്താ ചെയ്യുക? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മുകളിലത്തെ 2 ആഡ് ചെയ്യുക. അപ്പോൾ 9 3 കൂട്ടുമ്പോൾ എന്നിട്ടും 12/6. ഓക്കെ, ഇതാണ് മുകളിൽ കിട്ടുക. ഇനി അടിയിൽ എന്താ കിട്ടുക? -36 6 കൂട്ടുമ്പോൾ -30 -30/6. അപ്പോൾ എന്ത് വരും? ഇനി നമ്മളിത് എന്താണ്? എക്സ് എന്ന് പറഞ്ഞാണ് എഴുതിയത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? യഥാക്രമം എക്സ് വൈ ആണ്. അപ്പോൾ ഇത് സമയം എന്ത് കിട്ടി? മുകളിൽ ഇവിടെ 12/6 പറഞ്ഞാൽ 2 എന്ന് കിട്ടും. ഇനി -30/6 പറഞ്ഞാൽ -5 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വില എന്താ? എക്സ് സമം 2, വൈ സമം -5 കേട്ടോ. ഇതാണ് ആൻസർ കിട്ടുക. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് മെത്തേഡ് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഡിറ്റർമിൻ്റ് മെത്തേഡ് ഒന്നും കൂടി എളുപ്പമാണ്. അപ്പോൾ ഡിറ്റർമിൻ്റ് മെത്തേഡ് വെച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇൻവേഴ്സും ചോദിച്ചാൽ ഈ രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഡിറ്റർമിൻ്റ് മെത്തേഡ് നല്ല അറിയും, അടുത്ത സെക്ഷനിൽ നമ്മൾ എടുക്കും. അപ്പോൾ അതറിയാമെങ്കിൽ എന്ത് ചെയ്യുക? അത് വെച്ചിട്ട് ആൻസർ വേണമെങ്കിൽ പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും പരീക്ഷയൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. ഉറപ്പ് വരുത്താം നമ്മൾക്ക് കിട്ടിയത് കറക്റ്റാണോ. അപ്പോൾ ഇൻവേഴ്സിൽ ഡിറ്റർമിനായിട്ട് കുറച്ചും കൂടി ചെയ്യാണ്ട്, പക്ഷേ ഇൻവേഴ്സൊന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഡിറ്റർമിൻ്റ് ഒന്നും ഉണ്ടാവും. അപ്പോൾ ഈ മെത്തേഡ് എന്ത് ചെയ്യാം? ശരിക്കും മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ മൊഡ്യൂളിൽ തന്നെ ഇപ്പം ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ വരാറുണ്ട്. അതായത് 2 ഡിറ്റർമിനൻ്റ് തരും, x² 3 4 1 ഇങ്ങനെ ഒരു ഡിറ്റർമിനൻ്റ് തരും. ഇത് ഈക്വൽ ടു എന്താണ്? 9 4 8 5 ഇങ്ങനൊരു ഡിറ്റർമിനൻ്റ് വരും. അപ്പോൾ ഒരു ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു വേറെ ഡിറ്റർമിനൻ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക, ഒരു മാട്രിക്സ് ഈക്വൽ ടു വേറെ മാട്രിക്സ് പറഞ്ഞാൽ അതാത് സ്ഥാനത്തുള്ള നമ്പേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. മാട്രിക്സിലാണ് തരുന്നെങ്കിൽ. ഇപ്പോൾ ഇവിടെ നോക്ക്, x² സമയത്ത് ഒരു മാട്രിക്സ് ആയിരുന്നെങ്കിൽ ഇതും ഈക്വൽ എന്ന് പറയാം, ഇതും ഈക്വൽ ആണെന്ന് പറയാം. പക്ഷേ ഡിറ്റർമിൻ്റെ കേസിൽ അങ്ങനെയല്ല. 2 കൺസെപ്റ്റ് പ്രത്യേകം മനസ്സിലാക്കുക. മാട്രിക്സിൽ അത് ഈക്വൽ ആണ്, പക്ഷേ ഡിറ്റർമിൻ്റിൽ ഈക്വൽ അല്ല. അപ്പോൾ ഡിറ്റർമിൻ്റ് ഓർഡർ 2 ആയ ഡിറ്റർമിൻ്റ് ആണിത്. 2 റോയും 2 കോളും. ഇത് റോ, ഇത് കോളം. അപ്പോൾ എന്താണ്? 2 റോയും 2 കോളുള്ള ഡിറ്റർമിൻ്റ് എങ്ങനെ കാണാം? ജസ്റ്റ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇടയിൽ ചിഹ്നം നെഗറ്റീവ് കേട്ടോ. അപ്പോൾ x² × 1 മൈനസ് എന്തരും 4 × 3. ഈ ഭാഗത്തെ ഡിറ്റർമിനൻ്റ് നമ്മൾ കണ്ടു. ഇനി അപ്പുറത്ത് നോക്കാം, എന്താ വരിക? 9 × 5 -8 ×
4. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 1 പറഞ്ഞാൽ എക്സ് സ്ക്വയർ. ഇനി -4 ഇൻറ്റു 3 പറഞ്ഞാൽ -12 കേട്ടോ. 12 ഈക്വൽ ടു ഇനി 9/5 45 മൈനസ് ഇവിടെ എന്തരും 8 ഇൻറ്റു 4 32. ഓക്കെ, അപ്പോൾ എന്തരും എക്സ് സ്ക്വയർ -12 ഈക്വൽ ടു ഇവിടെ 45 എന്ത് ചെയ്യുക 32 കുറക്കുക 3 ഇവിടെ എന്തൊരു 13. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ -12 ഈക്വൽ ടു 13. നമുക്ക് എക്സിൻ്റെ വിലയാണ് കാണേണ്ടത്. അപ്പോൾ എക്സിൻ്റെ ഏതിൻ്റെ ഒരു അറിയാത്തൊരു സംഭവം കാണണമെങ്കിൽ അതിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് മറ്റിനെ അതിൻ്റെ കൂടെ ഉള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു -12 കൊണ്ടുപോകും. എക്സ് സ്ക്വയർ ഈക്വൽ ടു അപ്പോൾ അവിടെയുള്ള 13 ആദ്യം എഴുതി നമ്മളിവിടുന്ന് -12 ആണെന്നാൽ +12. അപ്പോൾ എന്ത് കിട്ടും എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ സ്ക്വയർ 25. നമുക്കറിയാം +5ൻ്റെ സ്ക്വയർ 25 ആണ്. എന്നാൽ -5ൻ്റെ സ്ക്വയർ എന്താണ് 25 തന്നെയാണ്. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറഞ്ഞാൽ +5 മാത്രമല്ല +or-5 കേട്ടോ. രണ്ട് വിലയും എഴുതി വെക്കണം. ഓക്കെ, +5 ഉണ്ട് -5 ഉണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്ക് ഡിറ്റർമിനൻറ്റ്. ഇതിപ്പോൾ ഒരു നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിനൻറ്റ് 2x - 1 x + 1 ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. എന്തായാലും ഉണ്ടാവുന്നതാണ്. ഓക്കെ, x + 2 x - 2. ഓക്കെ, അപ്പോൾ നോക്ക് നിങ്ങൾ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. S1 എക്സാം എഴുതി അതേ പാറ്റേൺ തന്നെയാണ്. അതായത് പാർട്ട് എയിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 9 എണ്ണം, പിന്നെ പാർട്ട് ബിയിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, പാർട്ട് സിയിലാണെങ്കിൽ വരുന്നത് 7 മാർക്കിൻ്റെ. അത് മേ ബി എന്താണ് 7 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ 3ഉം 4ഉം വെച്ചിട്ട് സ്പ്ലിറ്റ് ഒക്കെ ആവാം കേട്ടോ. ഇനി 2 + 5 എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ പാർട്ട് സിയിൽ ഒരു ഫുൾ ക്വസ്റ്റ്യന് 7 മാർക്ക്. ഓക്കെ, അതിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആവാം, 2 ക്വസ്റ്റ്യൻ ആവാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കാണാം? സാധാരണ ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഓരോ നമ്പർ ആണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യുക, ക്രോസ് ആയിട്ട് ഗുണിക്കൂലേ, അതുപോലെ ഇതിനെ ഗുണിക്കുകയാണ്. അപ്പോൾ 2x - 1 ഇൻറ്റു x - 2. ഓക്കെ, ക്രോസ് ആയിട്ട് ഗുണിച്ചു. മൈനസ് ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ ക്രോസ് ആയിട്ട് ഗുണിക്കുക, ഇടയിൽ മൈനസ് ആണ്. x + 2 ഇൻറ്റു x + 1 ഈക്വൽ ടു 0 ആയതുകൊണ്ട് 0 എന്ന് കൊടുത്തു. അപ്പോൾ എന്തായിരുന്നു, ഇനി ഇതെങ്ങനെ ഗുണിക്കുക? ബ്രാക്കറ്റ് ഗുണിക്കണ്ട്, ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക, ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക. ഇനി 1 കൊണ്ട് ഇതിന് -1 കൊണ്ട് ഇതിനെ ഗുണിക്കുക, ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കുക. ഓരോ ടേമുകളും ഇങ്ങോട്ട് കൊണ്ട് ഗുണിക്കുക കേട്ടോ. ഇവിടെ അതേപോലെ തന്നെ ഇങ്ങോട്ട് ഗുണിക്കുക. ഇനി ഇതുകൊണ്ട് 1നെ ഗുണിക്കുക, ഈ 2 കൊണ്ട് എക്സിനെ ഗുണിക്കുക, 2 കൊണ്ട് 1നെ ഗുണിക്കുക. അപ്പോൾ എങ്ങനെ കിട്ടണമെന്ന് നോക്കാം. 2x ഇൻറ്റു x. ഓക്കെ, പിന്നെ 2x ഇൻറ്റു ഇവിടെ വരുന്നത് -2 കേട്ടോ, പ്ലസ് 2x ഇൻറ്റു -2. ഇനി -1 ഇൻറ്റു എക്സ്. ഇനി -1 ഇൻറ്റു -2 -2. ഇനി മൈനസ്. ഇനി നമ്മൾ അടുത്ത ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഇടയിലുള്ള ഈ മൈനസ് ഉണ്ടല്ലോ, ഇതിനി ഇവിടെ 4 ഇതേപോലെ 4 ടേം കിട്ടും. ആ 4 ടേമിനും കൂടി ഉള്ളതാണ്. അപ്പോൾ ഈ മൈനസിന് മുന്നേ വലിയൊരു ബ്രാക്കറ്റ് നിർബന്ധമായിട്ടിരിക്കണം, അല്ലെങ്കിൽ തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ x ഇൻറ്റു എക്സ്, ഓക്കെ, പ്ലസ് x ഇൻറ്റു 1, ഇനി പ്ലസ് 2 ഇൻറ്റു എക്സ്, പിന്നെ വരുന്നത് 2 ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ അതെന്താ കിട്ടണം നോക്കാം. 2 ഇൻറ്റു x ഇൻറ്റു എക്സ് പറഞ്ഞാൽ x സ്ക്വയർ, അപ്പോൾ 2x². ഇനി 2x ഇൻറ്റു -2 പറഞ്ഞാൽ -4x. സംഖ്യകൾ തമ്മിൽ ഗുണിക്കട്ടോ. ഇനി -1 ഇൻറ്റു എക്സ് പറഞ്ഞാൽ -x. ഇനി -1 ഇൻറ്റു -2 പറഞ്ഞാൽ +2. ഇനി അടുത്തത് വരുന്നത് മൈനസ് ഓഫ്, ഇതിൻ്റെ ഉള്ളിൽ വരിക, ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് x ഇൻറ്റു എക്സ്, x². ഓക്കെ, x ഇൻറ്റു 1 പറഞ്ഞാൽ x, പ്ലസ് 2 ഇൻറ്റു എക്സ് 2x, പ്ലസ് 2 ഇൻറ്റു 1 പറഞ്ഞാൽ 2. ഓക്കെ, അപ്പോൾ എന്തേരും 2x². ഇനി ഇവിടെ -4xും -xും കൂട്ടിയാൽ -5x. ഇനി ഇവിടെ +2. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ മൈനസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ വരിക, -x². ഓക്കെ, ഈ മൈനസ് ഇവിടെ എക്സും 2xും കൂട്ടിയാൽ 3x എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ മൈനസ് ആണ് കൊടുക്കുമ്പോൾ -3x ആവും കേട്ടോ. നമ്മളൊരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നെഗറ്റീവ് കൊടുക്കുക, നിലവിലുള്ള ചിഹ്നം നേരെ തിരിയും.
കേട്ടോ. അപ്പോൾ പ്ലസ് 2നാണ് ഈ മൈനസ് കൊടുത്താൽ -2 = 0. ഇവിടെ നോക്ക്, ഇത് എക്സിൻ്റെ ടേമുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ടേമുകൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, x² തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതേപോലെ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ x² ടേം 2x -x², രണ്ടും -1 കൂട്ടിയാൽ 1, അതായത് 1x². 1 ആയതുകൊണ്ട് നമ്മളിവിടെ പ്രത്യേകിച്ച് എഴുതാത്തത്. ഇനി -5x -3x കൂട്ടിയാൽ -8x. ആ മുന്നിലുള്ള കോയിഫിഷ്യൻ്റ് തമ്മിലാണ് ആഡ് ചെയ്യുക കേട്ടോ. ഇനി ഇവിടെ ഒരു +2 ഉണ്ട്, -2 ഉണ്ട്. ഒരേ സംഖ്യയുടെ പ്ലസും മൈനസും വന്നാൽ 0 ആയിരിക്കും. അപ്പോൾ അത് ഇത്രയായി മാറി, x² -8x = 0 കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നോക്ക്, നിങ്ങൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. ഇത് നമ്മൾ എന്താണ് -b ± ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൽ നിന്ന് എക്സ് പുറത്തെടുക്കാം. ഈ രണ്ട് ടേമിലും എക്സ് കോമൺ ആണ്, എക്സ് പുറത്തെടുക്കുക. അപ്പോൾ ആദ്യത്തിൽ നിന്ന് എക്സ് പോകുന്ന അവിടെ എക്സ് ബാക്കിയാവും. x² പറഞ്ഞാൽ x × x ആണ്, ഒരു എക്സ് ബാക്കിയാവും. -8x നിന്ന് എക്സ് പോന്നാൽ 8 ബാക്കിയാവും. ഇത് =0. അപ്പോൾ രണ്ട് ടേം എക്സും x -8 ഗുണിക്കുമ്പോൾ 0 കിട്ടേണ്ട ആൻസർ. അതായത് രണ്ട് ടേം തമ്മിൽ ഗുണിക്കുമ്പോൾ 0 കിട്ടണമെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിൻ്റെ വില വരുന്നത് എന്താ നോക്കാം. അപ്പോൾ നോക്ക് നിങ്ങൾ, എക്സ് ഒന്നെങ്കിൽ പോസിബിലിറ്റി എന്താണ്, x = 0 ആവാം അല്ലേ, x = 0 ആവാം. ഓർ അല്ലെങ്കിൽ എന്താ കണ്ടീഷന്, x -8 എന്നുള്ളത് 0 ആവാം. കാരണം ഇത് 0 ആയി കഴിഞ്ഞാൽ ഉത്തരം 0 ആവും, അല്ലെങ്കിൽ x 0 ആയാലും ഉത്തരം 0 ആവും. അപ്പോൾ x = 0. ഇനി x -8 0 ആണെങ്കിൽ എക്സിൻ്റെ വില അപ്പോൾ എന്താ വരിക, 8 എന്നാണ് വരിക. അപ്പോൾ എക്സിന് രണ്ട് വിലകളാണ്, രണ്ടും കിട്ടുക. x = 0 ഓർ x = 8 കേട്ടോ. എക്സിന് എന്താ കിട്ടുക, ഒന്നെങ്കിൽ 0 എന്ന് കിട്ടും, അല്ലെങ്കിൽ 8 എന്ന് വില കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ അത്യാവശ്യം മാർക്കിനായിരിക്കും, 3-4 മാർക്കൊക്കെ എന്തായാലും ഉണ്ടാവും. ഇത് വളരെ ചെറുതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് ശരിക്കും മനസ്സിലാക്കുക കേട്ടോ. x² തന്നിട്ട് എക്സ് കാണാനുണ്ടാവും. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് കാണുന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാനുള്ളത്, ഓർഡർ 3 ആയ 3 റോയും 3 കോളുള്ള ഡിറ്റർമിനൻറ്റിൽ എങ്ങനെയാണ് ചെയ്യണത് എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നതാണ്, ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ നോക്ക് നിങ്ങൾ, ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് ഫോർ എക്സ് കണ്ടുപിടിക്കാൻ. ഇഫ് 2, 3, 5 2x 5 3 - 1 2 = 0. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ആകെ ഡിറ്റർമിനൻ്റ് കാണുന്നത് മാത്രം അറിഞ്ഞാൽ മതി. ഡിറ്റർമിനൻ്റ് കാണാൻ അറിയെങ്കിൽ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഡിറ്റർമിനൻ്റ് കാണാൻ ഇവിടെ പ്ലസ് ഇടുക, ഇതിൻ്റെ മുന്നിൽ മൈനസ് ഇടുക, ഇവിടെ പ്ലസ് ഇടുക കേട്ടോ. അപ്പോൾ ഡിറ്റർമിനൻ്റ് മാത്രമായിട്ട് കാണാനും എടുത്ത് ചോദിക്കാം, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, +2 × ഈ കോളവും ഈ റോയും ഒഴിവാക്കുക, ബാക്കിയുള്ളത് ക്രോസ് ആയിട്ട് ഗുണിക്കുക. x × 2 എന്ന് പറഞ്ഞാൽ നമ്മൾ 2x എന്ന് എഴുതാം. x2 എന്ന് പറയാം, അല്ലെങ്കിൽ 2x എന്ന് പറയാം. നമ്മൾ പറയാനുള്ളൊരു സുഖത്തിന് അങ്ങനെ എഴുതുകയാണ്. ഇനി -1 × 5 മൈനസ്, കാരണം എന്താണ്, ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ ഈ കോളവും ഈ റോയും ഒഴിവാക്കിയ ക്രോസ് ആയിട്ട് ഗുണിക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ ഓർഡർ 2 ഉള്ള ഡിറ്റർമിനൻ്റ് പോലെ ആയി. അപ്പോൾ ഇത് ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ഇടയിലെ ചിഹ്നം നെഗറ്റീവാണ്, ആ നെഗറ്റീവാണ് ഈ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതല്ലാതെ ഗുണിക്കേണ്ടത് എന്താണ്, 5 × -1 ആണ്. മനസ്സിലായോ, 5 × -1. അടുത്ത വരുന്നത് -3 × ഈ കോളവും 3 നിൽക്കുന്ന കോളവും 3 നിൽക്കുന്ന റോയും ഒഴിവാക്കുക, ബാക്കിയുള്ളത് ക്രോസ് ആയിട്ട് ഗുണിക്കുക. 2 × 2 -3 × 5. അടുത്തത് വരുന്നത് +5 × 5 നിൽക്കുന്ന കോളോ റോയോ ഒഴിവാക്കുക, ബാക്കിയുള്ളത് ക്രോസ് ആയിട്ട് ഗുണിക്കുക. 2 × -1 മൈനസ് എന്തരും 3 × x 3 × x ഇട്ടാ, അത് 3x എന്ന് എഴുതാം. =0 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈക്വൽ ടു എന്തെങ്കിലുമൊക്കെ തരും, ഒന്നെങ്കിൽ ഒരു ഡിറ്റർമിൻ്റ് തരും, അല്ലെങ്കിൽ 0 എന്ന് തരും. ഓക്കെ, ഇനി ഇതേ ഈക്വൽ ടു വേറെ ഡിറ്റർമിൻ്റ് തന്നെങ്കിൽ രണ്ട് ഭാഗത്തും ഡിറ്റർമിൻ്റ് കാണുക, എന്നിട്ട് x² എക്സിൻ്റെ ടേമുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് എക്സിൻ്റെ വില കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ നോക്ക്, ഇതിൽ വരുന്നത് 2 × ഇവിടെ എന്താ വരിക, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നുള്ളൊക്കെ ഗുണിച്ച് നോക്കാം. ഇനി കുറേ നീട്ടി എഴുതണ്ട. 2 × 2x പറഞ്ഞാൽ 4x. ഓക്കെ, ഇവിടെ -5 × -1 എന്ന് പറഞ്ഞാൽ +5. ആ +5നെ ഈ 2 ആയിട്ട് ഗുണിക്കുമ്പോൾ +10 കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ x ഒന്നും ഇല്ലെങ്കിൽ നേരെ ഇത് ഇതേപോലെ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. നമ്പേഴ്സ് ആണ് ഇതേപോലെ അടിച്ചാൽ മതി. ഇനി ഇവിടെ 2 × 2 4 4 × -3 എന്തരും -12. ഇനി അടുത്തത് വരുന്നത് -15 3 × 5 പറഞ്ഞാൽ -15
ഇൻറ്റു -3 പറഞ്ഞാൽ എന്ത് വരും +45. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് 3 × 5 ആണ് അല്ലേ. 3 × 5 15. ഓക്കെ, കറക്റ്റ് 15 × 3 45. ഓക്കെ, ഇനി നോക്ക് +5 ഇൻറ്റു ഇവിടെ 2 × -1 പറഞ്ഞാൽ -2, -2 × 5 പറഞ്ഞാൽ -10. അടുത്തത് വരുന്നത് -3x 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ -3 × 5 15 -15x = 0 കേട്ടോ. അപ്പോൾ എന്താ വരിക? ഇനി എക്സിൻ്റെ ടേമുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിൻ്റെ ടേമുകൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ 4x -15x ഉണ്ട് അല്ലേ. 4ഉം -15 നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത ചിഹ്നം ആയതുകൊണ്ട് വലുതിൻ്റെ ചിഹ്നം -11x എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഒരു +10 ഉണ്ട് -10, രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഇവിടെ 45ഉം -12 ഉണ്ട്. ഓക്കെ, ഇത് കൂട്ടുമ്പോൾ എന്താ വരിക? +33 എന്ന് വരും. ഓക്കെ, ഇതെന്താണ്? ഒന്ന് +1 മൈനസ് ആയതുകൊണ്ട് വലുതെന്ന് ചെറുത് കുറയ്ക്കുക ചെയ്യുക, വലുത് പ്ലസ് ആയതുകൊണ്ട് ഉത്തരം പ്ലസ്. അപ്പോൾ 33 കിട്ടും =0. ഓക്കെ, അതായത് -11x സമം ഈ 33 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ -33 ആവും. അപ്പോൾ എക്സ് സമയം തരും -33/-11 എന്ത് കിട്ടും? 3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, എക്സിന് വില എന്താ കിട്ടുക? 3 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അടുത്തതായി ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ എക്സ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, 2 ഡിറ്റർമിൻ്റ് ഈക്വൽ ആണെങ്കിൽ സെപ്പറേറ്റ് ഡിറ്റർമിൻ്റ് കണ്ടിട്ട് ഇക്വേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. ഇനി മാട്രിക്സിൻ്റെ കേസിലാണ് ഈ രണ്ടിനും ഈക്വൽ ആണ്, അതാത് സ്ഥാനത്തുള്ള നമ്പേഴ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈക്വലിറ്റി വെച്ചിട്ട് ഓരോ നമ്പർ കാണാൻ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ആണിത്, നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x, y, z and w. ഇതിൻ്റെ ഒക്കെ വിലകൾ കാണാൻ ദാറ്റ് സാറ്റിസ്ഫൈ മാട്രിക്സ് റിലേഷൻഷിപ്പ് കേട്ടോ. ദാറ്റ് സാറ്റിസ്ഫൈ മാട്രിക്സ് റിലേഷൻഷിപ്പ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് മാട്രിക്സ് റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഈ തന്നതിൽ. അതിൽ നിന്ന് എന്താ ചെയ്യുക? എക്സ്, വൈ, സെറ്റിൻ്റെ ഡബ്ല്യുവിൻ്റെ വില കാണാൻ. ക്വസ്റ്റ്യൻ നമ്മൾ ഫുള്ള് ഇപ്പോൾ എഴുതുന്നില്ല, നമുക്ക് ആവശ്യമുള്ളത് എഴുതാം. ഇതാണ് ക്വസ്റ്റ്യന്. ഒന്ന് x + 3 2y + 4 z + 4 4x + 5 w - 3 3w + 1 കേട്ടോ. ഇത് w ആണ്. ഈക്വൽ ടു 1 -5 -4 2x + 1 2w + 5 -23. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക, 2 മാട്രിക്സ് ഈക്വൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ റോയും കോളവും ഈക്വൽ ആണ് കേട്ടോ. ഇനി 2 ഡിറ്റർമിൻ്റ് ഈക്വൽ ആണ്, അതിൻ്റെ റോയും കോളവും ഈക്വൽ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഓർഡർ 3 ആയ ഡിറ്റർമിൻ്റ് ഈക്വൽ ടു ഓർഡർ 2 ആയ ഡിറ്റർമിൻ്റ് തന്നാലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാട്രിക്സ് ഈക്വൽ എന്ന് പറയണമെങ്കിൽ റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും ഈക്വൽ ആവണം. അപ്പോൾ അതാത് സ്ഥാനത്തുള്ള നമ്പേഴ്സ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ x + 3 ആണ് ഒന്നാമത്തെ വരുന്നത്, അതിന് ഈക്വൽ ആയിരിക്കും എന്ത്? 1. അപ്പോൾ എന്ത് ചെയ്യുക? x + 3 = 1 എന്ന് കൊടുക്കും. ഇതിൽ നിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ +3 അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ x = 1 - 3 എന്ത് കിട്ടും? -2 എന്ന് കിട്ടും. എക്സിൻ്റെ വില -2. ഇനി നമുക്ക് y കാണണം. അപ്പോൾ y വരുന്ന ഏതെങ്കിലും നോക്കാം. ഇതിൽ ഇഷ്ടമുള്ള എടുത്ത് ചെയ്താലും കിട്ടും, എല്ലാം എവിടെ ചെയ്താലും ഒന്നാ കിട്ടുക. അപ്പോൾ y വരുന്നത് ഇതാണ്. കഴിയുന്നത് നമ്മൾ ഒരു ലെറ്റർ മാത്രം ഉള്ളതുണ്ടെങ്കിൽ അത് വേഗം ചെയ്ത് പോവുക, എന്നാൽ മറ്റേ വില കൊടുക്കാനൊന്നും നിൽക്കേണ്ടി വരില്ല. അപ്പോൾ 2y + 4 = -5 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ 2y = എന്ത് ചെയ്യുന്നു? ഈ 4നെ അങ്ങോട്ട് കൊണ്ടുപോകും. -5 ഇവിടുത്തെ +4 വന്നാൽ -4 ആവും. അപ്പോൾ 2y = -9 എന്ന് കിട്ടും. y = -9/2. ഓക്കെ, y = -9/2. ഇനി നോക്കാം, നമുക്ക് സെറ്റിൻ്റെ വില കാണാം. അപ്പോൾ ഇത് കൊടുക്കാം. z + 4 = അതിൻ്റെ സ്ഥാനത്ത് എന്താ ഇവിടെ കിടക്കുന്നത്? -4 അല്ലേ. അപ്പോൾ സെറ്റ് കാണാൻ ഈ +4 കൊണ്ടുപോകുക. അപ്പോൾ z = -4. ഇനി ഇവിടെയുള്ള +4 വന്നു കഴിഞ്ഞാൽ അത് -4 ആവും. അപ്പോൾ z = എന്ത് കിട്ടും? -8 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്ക്, നമുക്ക് w കാണണം. അപ്പോൾ w മാത്രം വരുന്നത് ഇതാണ്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടിലും w വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ w-നൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവരാൻ ഇതിനൊക്കെ നിൽക്കണം. ഇതാകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടില്ല, നേരെ ഒരു നമ്പറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 3w + 1 = -23 എന്ന് കൊടുക്കണം.
ഓക്കെ, ഇതിൽ നിന്ന് 3w എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, ഈ 1നെ അങ്ങോട്ട് കൊണ്ടുപോകും, -23 -1. അപ്പോൾ എന്തരും 3w = -24. ഒരേ ചിഹ്നമാണ്, കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇടുക. ഇപ്പോൾ w = -24/3 എന്ത് കിട്ടും, -8 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ആൻസറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞാൽ -2, വൈ എന്ന് പറഞ്ഞാൽ -9/2, സെറ്റ് എന്ന് പറഞ്ഞാൽ -8, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ -8 കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കണേ. അപ്പോൾ എന്താ ചെയ്യുക, കണ്ടിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതാത് സ്ഥാനത്തുള്ള നമ്പേഴ്സ് തമ്മിൽ എന്താ ചെയ്യുക, ഈക്വേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് വരിക, വേഗം ചെയ്ത് പോവുക. അതാത് ഈ സ്ഥാനത്തുള്ളത് തമ്മിൽ ഈക്വേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്ക് നിങ്ങൾ ഇനി ഇത് ലൈവ് കഴിഞ്ഞാലും നമ്മുടെ ചാനലിൽ ഉണ്ടാവും ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ക്വസ്റ്റ്യനോ ഒക്കെ ഫുള്ള് കിട്ടാതെ വരിക, കംപ്ലീറ്റ് ആവാതെ വരിക, അല്ലെങ്കിൽ ആൻസർ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒക്കെ ഒന്നും കൂടി ഒന്ന് എടുത്ത് കണ്ടിട്ട് ക്ലിയർ ചെയ്തിട്ട് പോകും കേട്ടോ. നിങ്ങൾ ഈ രാവിലത്തെയും അതേപോലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ രണ്ട് സെക്ഷൻ രാവിലത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ 2 സെക്ഷൻ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാൻ കഴിയും. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയതൊന്നും ഒഴിവാക്കിയിട്ടില്ല, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ എന്ത് ചെയ്യുക, രണ്ടും കൂടി പഠിക്കാം. ഇനി നോക്കാം, നമുക്ക് 7ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി നമ്മൾ വെക്റ്റർ എന്നാണ് ചെയ്യുന്നത്. മാട്രിക്സിൽ ഇനിയുണ്ട് ക്വസ്റ്റ്യൻ, മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ ഇനിയുണ്ട് ഒരു 4-5 ടൈപ്പെങ്കിലും ഉണ്ടാവും സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, അത് ആഫ്റ്റർനൂൺ സെക്ഷനിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം, ഇനി വെക്റ്ററത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. വെക്റ്റർ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ് വെക്റ്റർ ആൾജിബ്ര. ഓക്കെ, അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ആദ്യം നമ്മൾ കാണുന്നത് യൂണിറ്റ് വെക്റ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഏതൊരു വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ ചോദിച്ചാലും ആ വെക്റ്റർ ബൈ അതിൻ്റെ മോഡുലസ് ആണ്. ഇപ്പോൾ എന്ന് പറഞ്ഞൊരു വെക്റ്റർ തന്നു, അതിന് യൂണിറ്റ് വെക്റ്റർ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ വെക്റ്റർ ബൈ അതിൻ്റെ മോഡുലസാണ്. മോഡുലസ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് റൂട്ടിൻ്റെ ഉള്ളിൽ ആ നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയർ ആഡ് ചെയ്യാം. ഓക്കെ, i, j, k കമ്പോണൻറ്റുകൾ ആഡ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാവും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് എ എന്ന് പറഞ്ഞൊരു വെക്റ്റർ തന്നിട്ടുണ്ട്, 2i + 3j + 4k, 3j + 4k. അപ്പോൾ ഇത് എക്സ് കമ്പോണൻറ്റ്, ഇത് വൈ കമ്പോണൻറ്റ്, ഇത് സെറ്റ് കമ്പോണൻറ്റ് കേട്ടോ. ഐയും ജെയിലും കേലും ആണ് ഉണ്ടാവുക. ഇനി വെക്റ്റർ ബി = -i + 3j + 2k. നിങ്ങൾക്ക് എക്സാമിന് കിട്ടുമ്പോൾ ഈ അതിൻ്റെ ജേൻ്റെ മുകളിലൊക്കെ എന്താണ് യൂണിറ്റ് വെക്റ്റർ എന്നുള്ളതിൻ്റെ ആ ഒരു ക്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു രീതിയിലുണ്ടാവുക. നമ്മളിപ്പോൾ സ്പീഡിൽ എഴുതി പോകുമ്പോൾ അത് വിട്ടു പോകുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഐയും ജെയും കെ കേട്ടോ, എല്ലാം ചെയ്യുന്നത് ഇതേ രൂപത്തിൽ തന്നെയാണ്. ഇനി ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ in the direction of the vector 3a + 4b. 3a + 4b ഇത് ഇടയ്ക്കിടയ്ക്ക് പണ്ട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. 3a + 4b 3a + 4bയുടെ യൂണിറ്റ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഏത് വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ കാണാൻ ചോദിച്ചാലും യൂണിറ്റ് വെക്ടർ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് അപ്പോൾ ഓർമ്മ വരണം എന്താണ്, അതിന് മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ നോക്ക് നിങ്ങൾ, എൻ്റെ യൂണിറ്റ് വെക്ടറാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇതേ ബൈ ഇതിൻ്റെ മോഡുലസ് ആണ്. ബീൻ്റെതാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇതേ ബൈ ഇതിൻ്റെ മോഡുലസ് ആണ്. ഇനി 3a + 4b ചോദിച്ചുകൊണ്ട് 3a + 4bയുടെ മോഡുലസാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം 3aയും 4b ഉണ്ടാക്കണം. എ എന്ന് പറഞ്ഞ വെക്ടർ ഇതാണെങ്കിൽ 3a എന്ന് പറഞ്ഞാൽ ഓരോ ടേമിനെയും 3 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ഈ വെക്ടറിൻ്റെ ഓരോ ടേമിനും 2i + 3j + 4k. അതായത് 3 കൊണ്ട് ഓരോ ടേമിനെയും ഗുണിച്ചാൽ 3 × 2 6i, ഇനി +3 × 3 9j പ്ലസ് എന്താണ് 3 × 4 12k എന്ന് കിട്ടും. ഇതാണ് 3a. ഇനി അടുത്തത് നമുക്ക് കാണേണ്ടത് എന്താണ്, 4b എന്ന് പറയുമ്പോൾ 4 കൊണ്ട് എന്താ ചെയ്യുക, b എന്ന് പറഞ്ഞ വെക്ടറിനെ ഗുണിക്കുക. -i + 3j + 2k ഓരോന്നിനെ ഗുണിക്കുക. 4 × -1. ഇവിടെ നോക്ക്, വെറും i എന്ന് പറഞ്ഞാൽ +i എന്ന് പറഞ്ഞാൽ അവിടെ +1 ആണ്. ഇവിടെ -i എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന സംഖ്യ -1 ആണ് കേട്ടോ. അപ്പോൾ 4 × -1 എന്ന് പറഞ്ഞാൽ -4i. ഇനി 4 × 3 എന്ന് പറഞ്ഞാൽ 12j. ഇനി 4 × 2 എന്ന് പറഞ്ഞാൽ
8 കെ കേട്ടോ, -4i + 12j + 8k. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞ 3a + 4bയുടെ ഡയറക്ഷനിലുള്ളല്ലേ. അപ്പോൾ 3a + 4b കാണാൻ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വെക്റ്റർ അഡീഷനും കൂടി പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് വെക്റ്റർ ആഡ് ചെയ്യാന്ന്, രണ്ട് വെക്റ്റർ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഒക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഐൻ്റെ ടേമുകൾ തമ്മിൽ കൂട്ടുക, ജെൻ്റെ ടേമുകൾ തമ്മിൽ കൂട്ടുക, കെൻ്റെ ടേമുകൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ ഇവിടെ നോക്ക് 6i + 4 പ്ലസ് എന്താണ് കൂട്ടേണ്ടത്? -4i. 6ൻ്റെ കൂടെ -4i കൂട്ടുക. ഇനി +9jയുടെ കൂടെ എന്താ കൂട്ടേണ്ടത്? +12j. ഇനി അടുത്തത് വരുന്നത് +12kയുടെ കൂടെ എന്ത് ചെയ്യണം? 8k ആഡ് ചെയ്യണം. 12kയുടെ കൂടെ 8k ആഡ് ചെയ്യണം കേട്ടോ. അത് വേണമെങ്കിൽ ഓരോന്ന് ബ്രാക്കറ്റിൽ ഇടാം, നിർബന്ധമില്ല. ഇനി 6iയും -4ഉം ഇവിടെ ഈ നമ്പേഴ്സ് തമ്മിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഐയും ജെയും കെ നമ്മൾ വെറുതെ ചേർത്ത് കൊടുത്താൽ മതി. 6ഉം -4 എന്നാണ് 2i എന്ന് വരും. ഓക്കെ. ഇനി 9 + 12 എന്ത് വരും? 21j എന്ന് വരും. ഓക്കെ. ഇനി 12ഉം 8ഉം കൂട്ടിയാൽ 20k. അപ്പോൾ 3a + 4b പറഞ്ഞ വെക്റ്റർ ഇതാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ്, എന്താണ് ചോദ്യം? യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 3a + 4b കേട്ടോ. അപ്പോൾ നമ്മൾ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ്, നമുക്ക് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 3a + 4b ഈസ് 3a + 4bയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 3a + 4b ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 3a + 4b ആയിരിക്കും. എന്തായിരിക്കും? 3a + 4b എന്നുള്ളതിൻ്റെ എന്താണ്? അത് വെക്റ്റർ ബൈ അതിൻ്റെ മോഡുലസ്. ഏതിൻ്റെ യൂണിറ്റ് വെക്റ്റർ ചോദിച്ചാൽ ആ ചോദിച്ചതിൻ്റെത് ബൈ മോഡുലസ്. അപ്പോൾ ഇതിന് മോഡുലസ് കാണണം. അപ്പോൾ മോഡുലസ് കാണുന്നത് അല്ലെങ്കിൽ ലെങ്ത്ത്, മോഡുലസ്, മാഗ്നിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് കാണാനായിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ 1 മാർക്കിനൊക്കെ ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണ് ലെങ്ത്ത് കാണുന്നത് നോക്കാം. അല്ലെങ്കിൽ മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ്. ഓക്കെ. മോഡുലസ് കാണുന്നത് എങ്ങനെ നോക്കാം. എന്ത് ചെയ്യുക? റൂട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ നമ്പേഴ്സിൻ്റെ എന്ത് ചെയ്യാം? സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യാം. 2² പ്ലസ് അതിൻ്റെ കമ്പോണൻറ്റിൻ്റെ ഈ നമ്പേഴ്സ് മാത്രം എടുക്കുക, ഐയും ജെയും കെയും എടുക്കരുത്. ഇനി 21² + 20² കേട്ടോ. അപ്പോൾ അതെന്താ കിട്ടുക? √4 + 21ൻ്റെ 441 തോന്നുന്നു, പ്ലസ് 20ൻ്റെ 400. ഓക്കെ. അപ്പോൾ എന്ത് കിട്ടും? 845. 845 അല്ലേ? 845 √845 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇനി നമ്മളോട് എന്താണ്? ഇപ്പോൾ മോഡുലസ് നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ. അപ്പോൾ വെക്റ്റർ ബൈ അതിൻ്റെ മോഡുലസ് ആണ്. അപ്പോൾ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3a + 4b എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയിരുന്നത്? 2i + 21j + 20k. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ്? 3a + 4b, അതായത് 2i + 21j + 20k ഡിവൈഡഡ് ബൈ √845 കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് വെക്റ്റർ കാണുന്നത്. 3a + 4bയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് രണ്ട് വെക്റ്ററിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന് മൾട്ടിപ്ലിക്കേഷൻ 2 മെത്തേഡ് ഉണ്ട്. അതായത് പ്രോഡക്റ്റ് റൂളല്ല, രണ്ട് വെക്റ്ററിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റും അതുപോലെ എന്താണ് ക്രോസ് പ്രൊഡക്റ്റ്. ഡോട്ട് പ്രൊഡക്റ്റും ഉണ്ട്, ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ട് വെക്റ്റർ a = a1i + a2j + a3k. ഓക്കെ. ഇനി വെക്റ്റർ b = b1i + b2j + b3k. ഇങ്ങനെയാണ് വന്നിരിക്കണമെന്ന് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ a.b എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഡോട്ടും ഒന്ന് ക്രോസും കേട്ടോ. ആദ്യം നമ്മൾ പറയുന്നത് ഡോട്ടിനെ കുറിച്ചാണ്. ഡോട്ടിൻ്റെത് വരുമ്പോൾ a.b എന്ന് പറഞ്ഞാൽ ഈ ഐൻ്റെ ടേമുകൾ തമ്മിൽ ഗുണിക്കുക പ്ലസ് ജെൻ്റെ ടേമുകൾ തമ്മിൽ ഗുണിക്കുക.
പ്ലസ് കെൻ്റെ ടേമുകൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ ഇതെന്താ വരിക? A1B. ഇവിടെയൊക്കെ നമ്പേഴ്സാണ് വരിക കേട്ടോ. 2i + 3j + 4k അങ്ങനെയൊക്കെ ഏതെങ്കിലും നമ്പേഴ്സൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഈ ടേമുകൾ തമ്മിൽ ഗുണിക്കുക. A1B1 + A2B2 + A3B3. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം നമ്മളിപ്പോൾ ചെയ്യണില്ല, അത് ആഫ്റ്റർനൂൺ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ ഡോട്ട് പ്രൊഡക്റ്റ് രണ്ട് വെക്റ്റർ തമ്മിൽ പെർപെൻഡിക്കുലർ ആകുമ്പോഴുള്ള കണ്ടീഷനാണ്. അപ്പോൾ A.B എന്ന് പറഞ്ഞാൽ AB cos θ ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ രണ്ട് വെക്റ്റേഴ്സ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ഒന്നിങ്ങനെ നിൽക്കണം 90 ഡിഗ്രി വരുന്നതിനാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ് കേട്ടോ. അത് പെർപെൻഡിക്കുലറിൽ എന്താണ് അവസ്ഥ? പെർപെൻഡിക്കുലർ ആകുമ്പോൾ പെർപെൻഡിക്കുലർ കണ്ടീഷനിൽ എന്താണ്? A.B = എന്താ? 0. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? പ്രോബ്ലം വരാറുണ്ട്. പ്രോബ്ലം വരിക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാൻ, വല്ല പിയോ ലാംഡയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ടേം കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി. പിൻ്റെ വില കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി. ഫൈൻഡ് വാല്യൂ ഓഫ് പിൻ്റെ വില കണ്ടുപിടിക്കാൻ. പി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് ഇതിൽ, അത് കണ്ടുപിടിക്കാനാണ്. അതിന് രണ്ട് വെക്റ്റർ തന്നിട്ടുണ്ട്. സോ ദാറ്റ് 2i - 5j + 3k ആൻഡ് 3i + j + pk. കണ്ടോ, അതിൽ പി എന്ന് പറഞ്ഞ ടേം വന്നിട്ടുണ്ട്. ആ പീൻ്റെ വില കണ്ടുപിടിക്കാനാണ്. ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ എന്താണ് കണ്ടീഷൻ? രണ്ടും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഓർക്ക് ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു എ ആണെന്ന് വെച്ചോ, വെക്റ്റർ എ ആണെങ്കിൽ ഇത് വെക്റ്റർ എ. ഓക്കെ, ഇത് വെക്റ്റർ ബി ആണെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ A.B എന്താണ്? 0 ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഐൻ്റെ ടേമുകൾ തമ്മിൽ ഗുണിക്കുക. 2 × 3. ഓക്കെ, പ്ലസ് എന്താണ്? -5 ഇവിടെ നോക്കുക വെറും ജെ ആണ്, അതിൻ്റെ അർത്ഥം അവിടെ 1 ആണ്. അടുത്തത് പ്ലസ് -5 അല്ല, കെൻ്റെ ടേം 3 എന്താ വരിക? കെൻ്റെ ടേം ഇവിടെ പി ആണ് കേട്ടോ. കെയുടെ കൂടെ ഉള്ളത് പി എന്നാണ്. അപ്പോൾ ഇതിൽ പി വന്നു = 0 എന്ന് കൊടുക്കുക. ഓക്കെ, അവിടെ എന്നിട്ടും 6 - 5 + 3p = 0. 6 ന്ന് 5 കുറച്ചാൽ 1, 1 + 3p = 0. 3p കാണാൻ ഈ 1നെ അങ്ങോട്ട് കൊണ്ടുപോകുക. 3p = +1 വന്നാൽ -1 ആയി. അപ്പോൾ p = എന്താണ്? -1/3 എന്ന് കിട്ടും. ഓക്കെ, p = -1/3. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കാണുന്നതെന്ന് ഓർത്ത് വെക്കുക. രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മളിന്ന് എക്സാമിൻ്റെ തലേന്ന് നടത്തുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അത്യാവശ്യമൊക്കെ ഒരു ഇത് വിധം പഠിച്ചിട്ടുണ്ടാവും. ഇതൊരു റിവിഷനായിട്ടേ കാണാവൂ കേട്ടോ. ഇനി നോക്ക്, 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 9th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നോക്ക്, നമ്മൾ നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിരുന്നു ഡോട്ട് പ്രൊഡക്റ്റ് പോലെ തന്നെ ഒന്നാണ് ക്രോസ് പ്രൊഡക്റ്റ്. രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മളോട് രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് നേരിട്ട് ചോദിക്കാം. അതല്ല എങ്കിൽ A, B എന്ന് പറഞ്ഞിട്ട് രണ്ട് വെക്റ്റർ തരും. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. ഫൈൻഡ് ദ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ ബോത്ത് എ ആൻഡ് ബി. രണ്ട് എ ബി എന്ന് പറഞ്ഞ വെക്റ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ കാണാൻ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് വെക്റ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ A×B ആണ് കാണേണ്ടത്. നമ്മൾ ഓർത്ത് വെക്കുക, A×B ആണ് കാണേണ്ടത് കേട്ടോ. അപ്പോൾ രണ്ട് വെക്റ്റർ തമ്മിൽ പെർപെൻഡിക്കുലർ ആകുമ്പോഴുള്ള കണ്ടീഷൻ എന്താണ്? ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവാം. ഓക്കെ, ഇനി വേറെ രണ്ട് പെർപെൻഡിക്കുലർ വെക്റ്റർ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? A×B കണ്ടുവെക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വെക്റ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ്? 2i + 2j + k. ഇനി വെക്റ്റർ ബി എന്ന് പറഞ്ഞൊരു വെക്റ്റർ തന്നിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും തരാം കേട്ടോ. അപ്പോൾ എന്താണ് തരുന്നത് വെച്ചാൽ അതുപോലെ എടുക്കുക. 6i - 3j + 2k. ഓക്കെ, ഇനി എന്താണ്? ഇതിന് പെർപെൻഡിക്കുലർ രണ്ടിനും പെർപെൻഡിക്കുലർ ആയ വെക്റ്റർ കാണുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് A×B ആണ് കേട്ടോ. A×B.
ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും രണ്ട് വെക്ടർ തമ്മിൽ പരസ്പരം പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് 0 എടുക്കാം. ഇനി രണ്ട് വെക്ടർ തന്നിട്ട് രണ്ട് വെക്ടറിനും എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കാണുക എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കാണേണ്ടത് എ ക്രോസ് ബി ആണ്. ഓക്കെ. അപ്പോൾ എ ക്രോസ് ബി ഈക്വൽ ടു ഐ ജെ കെ. ഇനി ഓരോന്ന് എന്തെങ്കിലും നമ്പേഴ്സ് എടുത്ത് ചെയ്താൽ 2 2 1 6 -3 2. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമിൻ്റ് കാണും പോലെ കാണുക. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ കാണുക, ഡിറ്റർമിൻ്റ് ഉപയോഗിച്ചിട്ടാണ് കാണുക കേട്ടോ. അപ്പോൾ ഡിറ്റർമിൻ്റ് ഇപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് പോവാം. പ്ലസ് ഐ ഇൻറ്റു ബാക്കി എന്താ ചെയ്യുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ആ കോളോ റോയോ ഒഴിവാക്കിയിട്ട് 4 ഇവിടെ -3 ഇൻറ്റു 1 തരും 4 + 3 മാറും. 4 + 3 ആവും. ഇനി -j ഇൻറ്റു ഈ കോളവും റോയോ ഒഴിവാക്കുക. 2 ഇൻറ്റു 2 4 -6 ഇൻറ്റു 1 കേട്ടോ. അടുത്തത് വരുന്നത് +k ഇൻറ്റു ഈ കോളോ റോയോ ഒഴിവാക്കുക. 2 ഇൻറ്റു -3 പറഞ്ഞാൽ -6 -6 ഇൻറ്റു 2 പറഞ്ഞാൽ 12 കേട്ടോ. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അറിയണത് തന്നെ നമ്മൾ കുറേ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. ഡിറ്റർമിനൻ്റ് കാണാനൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ എന്താ വരിക, ഐ ഇൻറ്റു 4 + 3 7 എന്ന് വരും. ഇനി ഇവിടെ -j ഇൻറ്റു ഇവിടെ എന്ത് വരും, 4 -6 -2 എന്ന് വരും. ഇനി +k ഇൻറ്റു എന്താ വരിക, -6 -12 -18 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ എന്താ വരിക, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പൊതുവേ നമ്മൾ നമ്പർ കഴിഞ്ഞിട്ടാണ് ഐയും ജെയും കെയും പറയാറ്. അപ്പോൾ ആ ഓർഡർ തന്നെ അങ്ങോട്ട് പറഞ്ഞു പോവാം. അപ്പോൾ എന്താ വരുന്നത് 7i. ഇനി ഇവിടെ -jയും -2 തമ്മിൽ ഗുണിക്കണം. അപ്പോൾ +4j ആവും കേട്ടോ, +4j. ഇനി അടുത്തത് -18k. ഓക്കെ. ഇതങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞൊരു ശീലിക്കുന്ന ഒരു എന്താണ് കോമൺ ഫോം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യം നമ്പർ പറഞ്ഞിട്ട് പിന്നെ ഐയും ജെയും കെയും പറയും കേട്ടോ. അപ്പോൾ 7i + 4j -18k എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, രണ്ട് വെക്ടർ ബോത്ത് എ ആൻഡ് ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ഏതാണ്, പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ക്രോസ് ബി ആണ് കാണേണ്ടത് കേട്ടോ. ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചു അല്ലേ, യൂണിറ്റ് വെക്ടർ കാണാൻ ചോദിച്ചു. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ. ഓക്കെ. ഒരു വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ എപ്പോഴും യൂണിറ്റ് വെക്ടർ എന്ന ടേം കേട്ടാൽ നിങ്ങൾ ഓർക്കുക അടിയിൽ മോഡുലസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ പെർപെൻഡിക്കുലറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിൻ്റെ മോഡുലസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. വെറുതെ ഒരു വെക്ടർ എന്നിട്ട് അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ആ വെക്ടർ ബൈ അതിൻ്റെ മോഡുലസ്. ഇനി പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ എന്നുള്ളതിൻ്റെ യൂണിറ്റ് വെക്ടർ ആണ് ചോദിച്ചത്, അതിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് ചോദിച്ചത് എങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ എ ക്രോസ് ബി കാണുക ബൈ മോഡുലസ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടാവും, അത് പെർപെൻഡിക്കുലർ എന്നാണ് അർത്ഥമാക്കുന്നത്. ഓർത്ത് വെക്കുക. ചിലപ്പോൾ പെർപെൻഡിക്കുലർ സെന്റൻസ് ആയിട്ട് തന്നെ ഉണ്ടാവും. പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ, പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ. Vector A equal to 4i - j plus 3k. Vector B equal to -2i plus j minus 2k. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യം എ ക്രോസ് ബി കാണാം, എ ക്രോസ് ബി കാണും കേട്ടോ. എ ക്രോസ് ബി ഇപ്പോൾ നമ്മൾ കണ്ടു. എങ്ങനെയാണ് കാണുക, ഐ ജെ കെ എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, ഈ നമ്പേഴ്സ് യഥാക്രമം എടുത്ത് ചെയ്താൽ 4 -1 3 -2 1 -2 കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഐ ഇൻറ്റു ഇവിടെ എന്താണ് നമ്മളിനി പെട്ടെന്ന് ചെയ്യാണ്, പ്ലസ് മൈനസ് പ്ലസ് ഇടുക. പ്ലസ് ഐ ഇൻറ്റു എന്താ വരിക, ഈ കോളർ ഒഴിവാക്കുക 2 - 3. പിന്നെ -j ഇൻറ്റു ഈ കോളർ ഒഴിവാക്കിയാൽ എന്താ വരിക, -8 + 6. അടുത്തത് +k ഇൻറ്റു 4 - 2 കേട്ടോ. ഓക്കെ. അതായത് -i എന്താണ് കിട്ടുന്നത്, -i ഇവിടെ +2j, ഇവിടെ മൈനസും ഉണ്ടാവും. അത് ഗുണിക്കുമ്പോഴാണ് +2j വരുന്നത്, +2k.
ഇതാണ് കിട്ടുക. നിങ്ങൾ കറക്റ്റ് കാൽക്കുലേറ്ററിൽ ഇതിനുള്ളത് ഇങ്ങനെ ക്രോസ് ആയിട്ട് അടിച്ചാൽ മതി കേട്ടോ, കിട്ടിക്കോളും. ഇനി ഇതിനുള്ള യൂണിറ്റ് വെക്ടറല്ലേ ചോദിച്ചത്, അപ്പം എന്താ വരിക? എ ക്രോസ് ബി ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി കേട്ടോ. എ ക്രോസ് ബി ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ എ ക്രോസ് ബി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ മോഡുലസ് ആണ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി. എപ്പോഴും മോഡുലസ് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയർ എടുക്കുക. -1ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെത് 4 പ്ലസ് 4 എന്നിട്ട് √9, അതായത് 3 എന്ന് കിട്ടും. ഓക്കെ, 3 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നതാണ് -i + 2j + 2k / 3 കേട്ടോ. എന്താ ചെയ്യുക? എ ക്രോസ് ബി കാണുക, അതിൻ്റെ മോഡുലസ് കാണുക. എ ക്രോസ് ബിയെ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഇനി നമുക്ക് ഈ എ ക്രോസ് ബിൻ്റെ തന്നെ 2 ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഏരിയ കാണാൻ, എ ക്രോസ് ബിൻ്റെ ക്രോസ് പ്രൊഡക്റ്റിന് ഡോട്ട് പ്രൊഡക്റ്റിന് വേറെ ആപ്ലിക്കേഷൻ ഉണ്ട്, വർക്ക് ഡൺ കാണാനും മൊമെൻ്റ് കാണാനും. ഇനി എ ക്രോസ് ബി യൂസ് ചെയ്യുന്ന വേറെ 2 മെത്തേഡ് ഉണ്ട്. ഏരിയ കാണാൻ, നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനും പാരലോഗ്രാമിൻ്റെ ഏരിയ കാണാൻ. അപ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എങ്ങനെ കാണുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. പാരലോഗ്രാമിൻ്റെ മിസ് ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ് 11. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ക്വസ്റ്റ്യൻ വളരെ ചുരുക്കി എഴുതുകയാണ് കേട്ടോ. ഓഫ് ട്രയാങ്കിൾ ഹൂസ് വെർട്ടീസസ് ആർ റെപ്രസെൻറ്റഡ് ബൈ, അതിൻ്റെ വെർട്ടീസസ് തന്നിട്ടുണ്ട്. വെർട്ടീസസ് ആണ് കേട്ടോ. വെർട്ടീസസ് ആർ ഏതൊക്കെയാണ്? എ പറഞ്ഞ വെർട്ടീസ് തന്നിരിക്കുന്നത് i-k. ഓക്കെ, ബി എന്ന് പറഞ്ഞ വെർട്ടീസ് തന്നിരിക്കുന്നത് 2i + j + 5k. ഇനി സി എന്ന് പറഞ്ഞ വെർട്ടീസ് തന്നിരിക്കുന്നത് j + 2k. ഓക്കെ, j + 2k. ഇനി നമുക്ക് എ ക്രോസ് ബി കാണണം. എ ക്രോസ് ബി കാണുക പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതൊരു ട്രയാങ്കിളിൻ്റെ 3 മൂലകളാണ് തന്നിരിക്കുന്നത്. വെർട്ടീസസ് പറഞ്ഞാൽ മൂലകൾ കേട്ടോ. അപ്പോൾ നോക്ക്, ഇതിൻ്റെ 3 മൂലകളാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എ ബി സി എന്ന് മാർക്ക് ചെയ്താൽ, ഇപ്പോൾ വെക്റ്റർ എ ബി എ സി എടുക്കണം. അപ്പോൾ നമ്മൾ വെക്റ്റർ എ ബി ഉണ്ടാക്കണം, വെക്റ്റർ എ സിയും നമുക്ക് ആവശ്യമാണ്. അഡ്ജസൻ്റ് സൈഡുകളാണ് നമുക്ക് ഏരിയ കാണാൻ ആവശ്യമുള്ളത്. ഒരു ട്രയാങ്കിളിൽ അഡ്ജസൻ്റ് സൈഡ്, അടുത്തടുത്ത് കിടക്കുന്ന സൈഡുകളാണ് എന്ത് ഏരിയ കാണാൻ ആവശ്യമുള്ളത്. അപ്പോൾ വെക്റ്റർ എ ബി എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ ആണ്. ഓക്കെ, ഇനി എ സി എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് എ ആണ്. ഇത് ഒ എ ഒ ബി ഒക്കെ ഇടുന്ന വന്നതെന്ന് ഡൗട്ട് വരും. ഈ എ എന്ന് പറഞ്ഞാൽ ബി സി എന്ന് പറഞ്ഞാൽ തരുന്ന ഈ പോയിന്റുകൾ തന്നെയാണത്. അപ്പോൾ ഒ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ബീൻ്റെ പോയിന്റ് ഏതാ നോക്കുക. ബീൻ്റെ പോയിന്റ് ഇതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഇതാണ് 2i + j + 5k. ഇതിൽ നിന്ന് എന്താ ചെയ്യുക? എ കുറയ്ക്കുക. എ കുറക്കുമ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഏതെങ്കിലും ഒരു ടേം ഇല്ല എങ്കിൽ, കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? ഇപ്പോൾ ഇവിടെ ജേൻ്റെ ടേം ഇല്ല, അപ്പോൾ നമ്മൾ 0j എന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ i + 0j - k. എന്താണ് ചെയ്യുക? എ ബി കാണാൻ ബീൻ്റെ പോയിന്റിൽ നിന്ന് എ കുറക്കുക. ഇനി ഇതെങ്ങനെ കുറക്കണത് നോക്കാം. കുറക്കുക എങ്ങനെയാണ്? ബിന്ന് എ കുറക്കുക എന്ന് പറഞ്ഞാൽ ഐൻ്റെ ടേമുകൾ തമ്മിൽ കുറക്കുക, ജെൻ്റെ ടേമുകൾ തമ്മിൽ കുറക്കുക, കെൻ്റെ ടേമുകൾ തമ്മിൽ കുറക്കുക. അപ്പോൾ എന്തരും? 2i - i + j - 0j. ഇനി +5k മൈനസ് കുറക്കണം എന്നുണ്ട്, പക്ഷെ ഇവിടെ കുറക്കേണ്ടത് -k ആണ്. അപ്പോൾ 2 മൈനസ് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ 2ൽ നിന്ന് i കുറച്ചാൽ i. ഇനി ജെയിൽ നിന്ന് 0j പറഞ്ഞാൽ ഇല്ല സംഭവം. അപ്പോൾ എന്താ വരിക? ജെ തന്നെയാണ് ബാക്കി വരിക. ഇനി 5k + k എന്ന് പറഞ്ഞാൽ എന്തരും? 6k എന്ന്. ഓക്കെ, i + j + 6k. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വെക്റ്റർ എ സി കാണാം.
വെക്ടർ എ സി എങ്ങനെ കാണുക? പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. അപ്പോൾ അതായത് എന്താ വരിക? ഇവിടെ ഇതിരുന്നു. അപ്പോൾ ഇതിൽ നോക്ക്, ഇതിൽ ഐൻ്റെ ടേം ഇല്ല. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യുക? 0i എന്ന് എഴുതാം. 0i പ്ലസ് ജെ പ്ലസ് 2k. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? എന്റെ ടേം കുറക്കുക സിയിൽ നിന്ന്. അപ്പോൾ നോക്ക്, എ സി എന്ന് പറഞ്ഞാൽ സിയിൽ നിന്ന് എയാണ് കുറക്കട്ടോ. ടെർമിനൽ പോയിന്റിൽ നിന്ന് ഇനീഷ്യൽ പോയിന്റ്. അല്ലാതെ എ സി പറഞ്ഞാൽ എയിൽ നിന്ന് സി അല്ല കുറക്കുക, അവസാന പോയിന്റിൽ നിന്ന് ബാക്കിലുള്ള പോയിന്റാണ് കുറക്കട്ടോ. ടെർമിനൽ മൈനസ് ഇനീഷ്യൽ. ഓക്കെ, ഇനി നോക്ക്, എ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഐ മൈനസ് ഐ പ്ലസ് 0j മൈനസ് കെ. ഇങ്ങനെ കൊടുത്തു. ഇനി നോക്ക്, 0iൽ നിന്ന് ഐ കുറച്ചാൽ 0i മൈനസ് ഐ. ഓക്കെ, ഇനി ജെയിൽ നിന്ന് എന്ത് ചെയ്യാം? ജെ പ്ലസ് ജെയിൽ നിന്ന് മൈനസ് 0j. ഇനി പ്ലസ് 2kയിൽ നിന്ന് എന്ത് ചെയ്യാം? കുറക്കണം, മൈനസ് കെ. അപ്പം എന്തായാലും 0യിൽ നിന്ന് മൈനസ് ഐ കുറച്ചാൽ മൈനസ് ഐ മൈനസ് ഐ. ഇനി ജെ മൈനസ് 0j പറഞ്ഞാൽ പ്ലസ് ജെ. ഇനി 2k പ്ലസ് കെ എന്ന് പറഞ്ഞാൽ 3k. അപ്പം എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? അഡ്ജസൻറ്റ് സൈഡുകൾ വെക്റ്റർ എ ബിയും വെക്റ്റർ എ സിയും കിട്ടി അല്ലേ? വെക്റ്റർ എ ബിയും വെക്റ്റർ എ സിയും കിട്ടി. അത് രണ്ടുമാണ് നമുക്ക് ആവശ്യം. അപ്പം എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? വെക്റ്റർ എ ബി എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയത്? ഐ പ്ലസ് ജെ പ്ലസ് 6k അല്ലേ? അവിടെ ഉണ്ട്. ഇനി വെക്റ്റർ എ സി എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയത്? മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് 3k. ഇതാണ് വെക്റ്റർ എ സി. ഓക്കെ, വെക്റ്റർ എ ബിയും കിട്ടി, വെക്റ്റർ എ സിയും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ട്രയാങ്കിളിൻ്റെ, അപ്പോൾ ഇതായിരുന്നു ട്രയാങ്കിള്. ഇവിടെ എ ബി സി നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. ഇത് വെക്റ്റർ എ ബി വെക്റ്റർ എ സി അല്ലേ? ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക. അതായത് ക്രോസ് പ്രൊഡക്റ്റ് എ ബി ക്രോസ് എ സി ചെയ്യുക. അഡ്ജസൻറ്റ് സൈഡുകൾ തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക കേട്ടോ. ക്രോസ് ചെയ്യുന്ന ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. എങ്ങനെയാണ് വരിക? ക്രോസ് എങ്ങനെ വരിക? ക്രോസ് എങ്ങനെയാണ് വരിക? നോക്ക്, എ ബി ക്രോസ് എ സി എന്ന് പറഞ്ഞാൽ ഐ ജെ കെ എന്തായാലും 1 1 6 മൈനസ് 1 1 3 കേട്ടോ. എന്താണ്? ഐ ഇൻറ്റു പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, അതങ്ങനെ ഇട്ട് വെച്ചോണ്ട് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യത ഉണ്ട്. ഇനി 1 1 6 മൈനസ് 1 1 3. ഓക്കെ, പ്ലസ് ഐ ഇൻറ്റു 3 മൈനസ് 6 മൈനസ് 3 കേട്ടോ. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണില്ല, നേരെ അങ്ങോട്ട് എഴുതി പോവുകയാണ്. ഇനി മൈനസ് ജെ ഇൻറ്റു 3 പ്ലസ് 6 9 പ്ലസ് കെ ഇൻറ്റു ഇവിടെ വരുന്നത് 1 പ്ലസ് 1 2 എന്ന് വരും കേട്ടോ. അതായത് മൈനസ് 3i മൈനസ് 9j പ്ലസ് 2k. ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? എ ബി ക്രോസ് എ സി കിട്ടുന്നത്. മൈനസ് 3i മൈനസ് 9j പ്ലസ് 2k. ഇനി നമുക്ക് എന്താ കാണേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മോഡുലസ് കാണണം. മോഡുലസ് ഓഫ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആകുമ്പോൾ എ ബി ക്രോസ് എ സി അഡ്ജസൻറ്റ് സൈഡുകളെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മോഡുലസ് കാണാം. മോഡുലസ് കാണാനാണ് നമ്മൾ ഈ വര വരയ്ക്കുന്നത് കേട്ടോ. 2 വരകൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് ഒന്ന് കണ്ടുനോക്കാം. റൂട്ട് ഓഫ് മൈനസ് 3ൻ്റെ സ്ക്വയർ പ്ലസ് മൈനസ് 9ൻ്റെ സ്ക്വയർ ഇനി പ്ലസ് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്തരും? റൂട്ട് ഓഫ് മൈനസ് 3ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 9. ഇനി ഇവിടെ വരുന്നത് 81 പ്ലസ് 4. ഇവിടെ 85 9 റൂട്ട് 94 എന്ന് കിട്ടും. ഓക്കെ, റൂട്ട് 94. ഇനി നമുക്ക് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് എ ബി ക്രോസ് എ സി ആണ്. ഹാഫ് ഓഫ് എ ബി ക്രോസ് എ സി ആണ്. ഓക്കെ, ഇതിൻ്റെ തന്നെ വേറൊരു കേസ് പാരലോഗ്രാമിൻ്റെ ഏരിയ കാണുന്നത് ഉച്ച കേസുള്ള സെക്ഷനിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നോക്കുക നിങ്ങൾ എന്താണ് ഇവിടെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ആകുമ്പോൾ ഹാഫ് എ ബി ക്രോസ് എ സി ആണ്. ഇനി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അല്ല പാരലോഗ്രാം ആണെങ്കിൽ ഹാഫ് ഉണ്ടാവില്ല, അത്രേ മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ വരിക? ഹാഫ് ഓഫ് റൂട്ട് 94 കേട്ടോ. 1/2 ഇൻറ്റു റൂട്ട് 94. ഇതിങ്ങനെ തന്നെ ഇട്ട് വെച്ചാൽ മതി, കാണാനൊന്നും പോകണ്ട കേട്ടോ. ആൻസർ കീൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ 1/2 റൂട്ട് 94. ഓക്കെ, അപ്പോൾ ചെയ്യുന്നത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കാണണമെങ്കിൽ അഡ്ജസൻറ്റ് സൈഡുകളുടെ ക്രോസ് പ്രൊഡക്റ്റ് കാണുക, എന്നിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കുക, അതിൻ്റെ പകുതി എടുത്തതിന് പകുതി കാണാനൊന്നും പോകേണ്ട. ഒരു 1/2 പറഞ്ഞാൽ ഇവിടെ ഇട്ട് വെച്ചാൽ മതി. കണ്ട് നോക്കിയാൽ നമുക്ക് എന്താണ് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി നോക്ക്,
ഇനി നമ്മളിപ്പോൾ വെക്ടറിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. ഇതിൽ ഇനി വരാത്ത ടൈപ്പുകളൊക്കെ ടീച്ചർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇൻ്റഗ്രേഷൻക്ക് കിടക്കാം. ഇൻ്റഗ്രേഷൻ എന്നാണ് നമ്മളെ തേർഡ് മൊഡ്യൂൾ കേട്ടോ. വളരെ കുറച്ച് പോർഷൻസ് നിങ്ങൾക്കുള്ളൂ. നിങ്ങളെ 2015 സീനിയേഴ്സിൻ്റെ സ്കീമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഇരുന്നിട്ട് ഇനി രാത്രി ടൈമിലൊക്കെ ആയിട്ടൊന്ന് ഇരുന്ന് ചെയ്ത് നോക്കിയിട്ട് നല്ലോണം ഉറപ്പുവരുത്തി നാളെ ഉച്ചക്കാണ് എക്സാം, നാളത്തെ ടൈമൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് എക്സാമിന് കയറുക കേട്ടോ. ഇനി നോക്ക് നിങ്ങൾ, ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കാം. അപ്പോൾ അതിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി നമുക്ക് നേരെ ഇൻ്റഗ്രേറ്റ് എന്ന് പറഞ്ഞേക്കാണ്ട് ചിലപ്പോൾ ഇൻ്റഗ്രേറ്റ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ നേരെ എങ്ങനെ എടുത്ത് തരും. അപ്പോൾ തന്നാൽ തന്നെ നമുക്ക് കണ്ടറിയണം. ഇപ്പോൾ 3x - 1/x⁴. ചിലപ്പോൾ വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ്, ഈ സിമ്പിൾ കണ്ടാൽ നമുക്കറിയണം ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് കേട്ടോ. ചിലപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചിലപ്പോൾ അതൊന്നും തരില്ല, നേരെ അങ്ങോട്ട് തരും. അപ്പോൾ എന്താ ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് അറിയാം. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷനിൽ കുറച്ച് റിസൾട്ടുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇൻ്റഗ്രൽ sin x പറഞ്ഞാൽ -cos x ആണ്. ഇൻ്റഗ്രൽ cos x പറഞ്ഞാൽ sin x ആണ്. പിന്നെ ഇൻ്റഗ്രൽ ഓഫ് sec² x പറഞ്ഞാൽ tan x ആണ്. ഇൻ്റഗ്രൽ ഓഫ് cosec² x പറഞ്ഞാൽ -cot x + c ആണ്. അല്ല അതിന് കൂടെ +c ഉണ്ടാവും. ഓക്കെ. പിന്നെ sec x × tan x പറഞ്ഞാൽ sec x ആണ്. cosec x × cot x പറഞ്ഞാൽ -cosec x ആണ്. പിന്നുള്ളത് നമുക്ക് വരുന്ന ഇപ്പോൾ ഇവിടെയൊക്കെ ആവശ്യമായിട്ട് വരിക ഇതായിരിക്കും. ഇൻ്റഗ്രൽ x⁻n ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രോബ്ലത്തിൽ കയറി വരും. x⁻n പറഞ്ഞാൽ x⁻n+1/n+1 + c കേട്ടോ. അതായത് എക്സിൻ്റെ മുകളിൽ എന്തെങ്കിലും പവർ വന്നാൽ, അടിയിലല്ല മുകളിലാണെങ്കിൽ കേട്ടോ, 1/ അല്ല, x⁻പവർ എന്തെങ്കിലും വന്നാൽ ആ പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക, അതേ സംഖ്യനെ ഇവിടെ ചെയ്ത് n+1 + c. ഓക്കെ. അപ്പോൾ അതേപോലെ e⁻x ഉണ്ട്, e⁻xn ആണ്, 1/x dx ഉണ്ട്, log x ആണ്, 1/√1 - x² ഉണ്ട്, sin inverse x ആണ്, 1/1 + x² ഉണ്ട്, tan inverse x ആണ്. അങ്ങനെ ഒരുപാട് റിസൾട്ടുകളുണ്ട്. അപ്പോൾ ഇതിൽ നോക്ക് നിങ്ങൾ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തരുമ്പോൾ ഈ ഇൻ്റഗ്രേഷന് 3x/x², ഈ x⁻⁴, x² അല്ല x⁻⁴ എന്ത് ചെയ്യുക, ഈ രണ്ട് ടേമിനും സെപ്പറേറ്റ് കൊടുക്കുക. ഓക്കെ. മൈനസ് എന്തായിരുന്നു 1/x⁴ കേട്ടോ. അതെന്താണ്, രണ്ടിനും സെപ്പറേറ്റ് കൊടുക്കാം. കാരണം നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മുകളിൽ 2 കൂട്ടി ചെയ്തു, അല്ലെങ്കിൽ മുകളിൽ 2 കുറച്ച് ചെയ്താറുണ്ട്. അതിൽ നിന്ന് നേരെ ഇങ്ങോട്ട് തിരിച്ച് ചെയ്തതാണ് കേട്ടോ. ഇൻറ്റു ഇത്രയാണ് dx. ഓക്കെ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിനെന്ത് ചെയ്യാം, ഇവിടെ x⁻⁴ 3 × x ആണ്, ഇവിടെ x⁻⁴. x⁻⁴ പറഞ്ഞാൽ x × x × x. അപ്പോൾ ഒരു x ഇവിടുന്ന് വെട്ടിപ്പോയാൽ ഇവിടെ x³ വരും, ഈ x പോകും. ഓക്കെ. ഇതിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് വരാം, ഇൻ്റഗ്രൽ 3/x³ എന്ന് വരും. ഓക്കെ. ഇനി നമ്മൾ ഇൻ്റഗ്രേഷന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, 2 3 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോന്നിനും കൊടുക്കുകയാണ്. ഈ ഒരു ഫംഗ്ഷന് ആദ്യം dx എന്ന് പറഞ്ഞാൽ, എക്സ് ഫംഗ്ഷൻ എക്സിലാണെങ്കിൽ അതിൻ്റെ കൂടെ dx ഉണ്ടാവും, വൈയിലാണെങ്കിൽ dy ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രൽ x³ എന്താണ്, ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിന് ഒന്നാമത്തെ ടേം ആക്കി, ഇനി മൈനസ് ഇട്ടു, ബാക്കി ഈ ടേമിന് മൈനസ് ഇവിടെ പുറത്തിട്ടതുകൊണ്ട് ഇനി വേറെ മൈനസ് ഇടണ്ട, x⁻⁴ dx. ഇത് നമുക്ക് ചെയ്യണം. ഓക്കെ. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 3 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു നമ്പർ കോൺസ്റ്റൻ്റ് ആയിട്ട് മുകളിലാണ് കിടക്കണമെങ്കിൽ ആ നമ്പറായിട്ട് തന്നെ പുറത്തെടുക്കുക. ഇനിയിപ്പോൾ ഈ 3 അടിയിലായിരുന്നെങ്കിൽ 1/3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തെടുക്കുക കേട്ടോ. അത് 2 ആണെങ്കിൽ 1/2 പറഞ്ഞിട്ട്. അപ്പോൾ മുകളിലാണെങ്കിൽ അങ്ങനെ തന്നെ പുറത്തെടുക്കാം. കോൺസ്റ്റൻ്റുകളൊന്നും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി 3/1/x³ dx ഇങ്ങനെ വരും. 3 പോകുന്ന കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 ആണ് ബാക്കിയുള്ളത്, 1/x³ dx. ഇനി മൈനസ് ഇവിടെ എന്ത് വരും, 1/x⁻⁴ dx. ഇതിങ്ങനെ തന്നെ എഴുതി. ഓക്കെ. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ x⁻n നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉള്ളത്. 1/x⁻n ഇക്വേഷൻ നമ്മൾ പഠിക്കണില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ അടിയിൽ കിടക്കുന്ന x⁻n രൂപത്തിലുള്ളതിനെ മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഉള്ള പ്ലസ് ആണെങ്കിൽ മുകളിൽ കയറുമ്പോൾ മൈനസ് ആവും, ഇനി മൈനസ് ആണെങ്കിൽ മുകളിൽ കയറുമ്പോൾ പ്ലസ്സും ആവും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിനെ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ 3 × ഇൻ്റഗ്രൽ 1 × x⁻³ എന്നാണ് വരും കേട്ടോ. 1 × എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. x⁻³ dx മൈനസ് ഇനി 1/x⁴ എന്ന് പറഞ്ഞാൽ x⁻⁻⁴ dx. കാരണം എന്താ, അടിയിലാണ് x⁻⁴, മുകളിൽ വന്നപ്പോൾ x⁻⁻⁴ ആയി. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും, 3 × ഇനി നോക്ക് x⁻n രൂപത്തിൽ വന്നു. n പറഞ്ഞാൽ ഇവിടെ എന്താ -3 ആണ്. അപ്പോൾ x⁻−3 + 1/−3 + 1 അല്ലേ. അപ്പോൾ ഓരോ ടേമിന് നമ്മൾ c പറഞ്ഞ കോൺസ്റ്റന്റ് ഇടാറുണ്ട്.
അപ്പോൾ ഇത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഓരോന്നിന് സി ഇടേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് ഒറ്റ ഒരു സി നിട്ടാൽ മതി കേട്ടോ. അതതിൻ്റെ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആകുമ്പോൾ സി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി മൈനസ് ഇവിടെ നോക്കുക, x⁴ x⁻⁻4 + 1/-4 + 1 എല്ലാ രണ്ടിനും കൂടി ചേർത്തിട്ട് ഒറ്റ സി ഇട്ട് കൊടുത്താൽ മതി, കോൺസ്റ്റൻ്റ് ഇട്ട്. അപ്പോൾ എന്താ വരിക, 3 × x⁻⁻3 -3ഉം 1ഉം കൂട്ടിയാൽ രണ്ട് വ്യത്യസ്ത ചിഹ്നമാണ്, വലുതെന്ന് ചെറുത് കുറക്കുക, -2 എന്ന് കിട്ടും. വലുതിൻ്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് x-2/-2. ഇനി എന്താ വരിക, -x⁻, ഇവിടെ അതേപോലെ തന്നെ -3/-3 എന്ന് വരും കേട്ടോ. -3 + c. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും എഴുതി വെക്കുക. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. കാരണം ഈ ഇത് തിരിച്ചിട്ടിട്ട് 2/3 എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഓർത്ത് വെക്കുക. അപ്പോൾ ചെയ്യണത് ഈ റിസൾട്ടിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിക്കണം ആദ്യം, ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നോക്ക്, ഇതിനിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുക അറിയോ, -3/2 x⁻⁻2 എന്ന് എഴുതാം. അതേപോലെ എന്ത് ചെയ്യാം, മറ്റിനെ അങ്ങനെ തന്നെ എഴുതിയാലും മതി. ഇവിടെ 2 മൈനസ് ആയിരിക്കുമ്പോൾ പ്ലസ് ആവുക, കാര്യമൊക്കെ വേണമെങ്കിൽ നോക്കാം. x⁻⁻3/3 പ്ലസ് അങ്ങനെ വേണമെങ്കിലൊക്കെ എഴുതാം, മാറ്റം വരുത്താം. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ഇനി നോക്ക് നിങ്ങൾ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രേഷൻ തന്നെയാണ്. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ഇൻ്റഗ്രൽ 5x - 1 all raised to 3 5x - 1 all raised to 3 dx. അപ്പോൾ ഇതിന് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ഫംഗ്ഷൻ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം. ഇപ്പം നമ്മുടെ x⁻n രൂപത്തിലാണ്, എക്സിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ വന്നു കേട്ടോ. അപ്പോൾ എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ മുകളിലൊരു n ഉണ്ട്. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റും. ഇതിന് ശരിയായ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് u എന്ന് കൊടുക്കും, എന്നിട്ട് രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതാം, ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്നിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യും, ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് dxന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നമുക്ക് x⁻n അറിയാം. x⁻n പറഞ്ഞാൽ എന്താണ്, x⁻n+1/n+1 + c അല്ലേ, ഇതാണ് വരുന്നത്. അപ്പോൾ ആ രൂപത്തിലാണ് ഇത് വരിക. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് വേറെ എന്തൊക്കെയോ കയറി വന്നു അല്ലേ, പവർ n ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഏതാണ് വന്ന ഫംഗ്ഷൻ അത് അങ്ങോട്ട് എടുത്ത് എഴുതാം. 5x - 1 raised to n+1 എന്ന് പറഞ്ഞാൽ എന്താ, 3 + 1/3 + 1. എക്സ് വന്നാൽ എങ്ങനെ ചെയ്യും അതുപോലെ ആ തന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാരണം എക്സിൻ്റെ കൂടെയുള്ള കോയിഫിഷ്യൻറ്റിന് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക പറഞ്ഞാൽ 1/5 ഗുണിച്ചാലും മതി കേട്ടോ. 5 അടിയിലാണ്, ഇതിൻ്റെ അടിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ എന്താ വരിക, +c. ഇനി = എന്താ വരിക, 5x - 1 all raised to 4/4 × 1/5. അതായത് എന്തരും +c ഉണ്ട് കേട്ടോ. 5x - 1 raised to 4 ഈ 4 5 കൂടി ഗുണിച്ചിട്ട് 20 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർക്കുക x⁻n നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലുമൊക്കെ വന്നാൽ എക്സ് കാണും പോലെ കാണുക, എന്നിട്ട് ആ ഫംഗ്ഷൻ എടുത്ത് എഴുതുക. x⁻n വന്നാൽ എന്താ ചെയ്യുക, അതേ രീതിയിൽ ചെയ്യുക. പിന്നെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതാ വെച്ചാൽ അതേറ്റ് എന്ത് ചെയ്യുക, 1/, എടുത്തിട്ട്, അതായത് ഹരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ 1/5 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക പറഞ്ഞാൽ അതാണ്, ഡിവൈഡ് ചെയ്യണതിന് ഈക്വലാണ്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോസ് ഇൻ്റഗ്രൽ കോസ് 3x - 4. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ട് എത്തിക്കും, കോസ് 3x - 4 dx. ഇൻ്റഗ്രൽ കോസ് എക്സ് ആണ് ഇവിടെ ബേസിക് ഫംഗ്ഷൻ അല്ലേ, എക്സിൻ്റെ സ്ഥാനത്ത് വേറെ എന്തൊക്കെ കയറി വന്നത്. ഇൻ്റഗ്രൽ കോസ് എക്സ് പറഞ്ഞാൽ എന്താണ്, സൈൻ എക്സ് ആണ്. അപ്പോൾ എക്സിന് പകരം വേറെ എന്താ കയറിയെന്ന് വെച്ചാൽ അതാണ് കൊടുക്കുക, 3x - 4. ഓക്കെ, ഇനി എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതാ, 3 ആണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക /3 + c. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ ബേസിക് ഫംഗ്ഷൻ ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അത് ചെയ്യുമ്പോൾ അങ്ങോട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റോട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്താൽ ആൻസർ ആവും. ഓക്കെ, ഇനി നോക്ക് ഇതേപോലെ തന്നെ വരുന്നത് 1 2 3 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതൊക്കെ പ്രോബ്ലങ്ങളുടെ ഇടയിലൊക്കെ കയറി വരുന്നതാണ്, അപ്പോൾ നമുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ e⁻5x + 4 dx ഇങ്ങനെ വന്നെന്ന് വെച്ചോ, നമ്മുടെ ബേസിക് ഫംഗ്ഷൻ e⁻x ആണ്. അപ്പോൾ നമ്മൾ എന്താ e⁻xൻ്റെ ഇൻ്റഗ്രലും ഡിഫറൻഷ്യലും ഒക്കെ തന്നെയാണ്. അപ്പോൾ e⁻xന് തന്നെ 5x + 4
ഇനി എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 5 ആയതുകൊണ്ട് ബൈ 5 പ്ലസ് സി കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, കോയിഫിഷ്യൻറ്റോട് ഡിവൈഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതേപോലെ 1/2x - 3 ഇങ്ങനെ വന്നാലോ, ഇങ്ങനെ വന്നാൽ നമുക്കൊരു 1/x dx ഉണ്ട്. 1/x dx പറഞ്ഞാൽ log x ആണ്. അപ്പോൾ ഇതെന്താ ചെയ്യുക, ലോഗ് എക്സിൻ്റെ സ്ഥാനത്ത് എന്തോ കയറി വന്നതാണ്. അപ്പോൾ അതെന്താ വന്നു വെച്ചാൽ അതാണ് കൊടുക്കുക 2x - 3. ഓക്കെ, ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്താ 2 പ്ലസ് സി. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ സൈൻ 2x, സൈൻ 5x, സൈൻ 3x അങ്ങനെ എന്ത് വന്നാലും നമ്മൾ കാണണം കേട്ടോ. ഇപ്പോൾ സൈൻ 2x ആണെങ്കിൽ സൈൻ എക്സിന് മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ മൈനസ് കോസ് 2x ബൈ 2. ഇനി സൈൻ 5x പറഞ്ഞാൽ എന്താണ്, മൈനസ് കോസ് 5x ബൈ 5. ഓക്കെ, ഇനി കോസ് 5x പറഞ്ഞാൽ എന്താണ്, സൈൻ ഇൻ്റഗ്രൽ ഓഫ് കോസ് 5x പറഞ്ഞാൽ സൈൻ 5x ബൈ 5. അങ്ങനെ ഏത് വന്നാലും എന്ത് ചെയ്യുക, അതേ രീതിയിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാണ്. അപ്പോൾ ഈ ടൈപ്പുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ നോർമൽ ഫംഗ്ഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും മാറി വന്നാൽ അതിനനുസരിച്ച് മാറ്റം അവിടെ വരുത്തുക കേട്ടോ. എന്നിട്ട് ആ കോയിഫിഷ്യൻ്റോട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതേപോലെ സിമ്പിളായുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റഗ്രൽ സൈൻ 3x ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. സൈൻ 3x ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സൈൻ എ കോസ് ബി. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ 4 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ എ കോസ് ബി, കോസ് എ സൈൻ ബി, സൈൻ എ സൈൻ ബി, കോസ് എ കോസ് ബി കേട്ടോ. അപ്പോൾ സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ 1/2 സൈൻ എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ഇതായിരുന്നു കേട്ടോ. ഓക്കെ, സോറി കോസ് അല്ല സൈൻ കേട്ടോ, സൈൻ തന്നെയാണ്. സൈൻ എ മൈനസ് ബി കേട്ടോ. സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. അപ്പോൾ നമുക്ക് നിങ്ങൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ 3 മാത്രമല്ല 3x ആണ്, ബി എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ അതേ രൂപത്തിൽ ആദ്യം ഇതിനൊന്ന് മാറ്റുക. അപ്പോൾ എന്തായാലും ഇൻ്റഗ്രൽ 1/2 എന്താ വരിക, ഇൻ്റഗ്രൽ 1/2 സൈൻ 3x പ്ലസ് എക്സ് പ്ലസ് സൈൻ എന്താ വരിക 3x മൈനസ് എക്സ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ 3x ആണ്, ബി എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പോൾ എന്താ, ഈ 1/2 കോൺസ്റ്റൻ്റ് ആണ്, അതിനോട് പുറത്തെടുക്കുക. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ 3x എക്സും കൂട്ടിയാൽ സൈൻ 4x പ്ലസ് എന്താ വരിക, സൈൻ 3x എന്ന് എക്സ് കുറച്ചാൽ സൈൻ 2x ഡി എക്സ്. ഇനി നോക്ക് നിങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ സൈൻ 5x എങ്ങനെ ചെയ്യുക, സൈൻ 3x അങ്ങനത്തെ ഒക്കെ ചെയ്യാന്ന്. അപ്പോൾ അതേപോലെ തന്നെ വന്നിരിക്കണം. അപ്പോൾ സൈൻ 4x 1/2 അവിടെ നിൽക്കട്ടെ, കോൺസ്റ്റൻ്റാണ്. ഇതിന് രണ്ടിന് സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടിൻ്റെ മുന്നിലും 1/2 ഉണ്ട്, 1/2 ഇട്ട് വെച്ചു നമ്മൾ. ഇനി സൈൻ 4x എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ എക്സ് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ 4x ആയതുകൊണ്ട് മൈനസ് കോസ് 4x ബൈ 4 കേട്ടോ. ഇനി സൈൻ 2x പറഞ്ഞാൽ മൈനസ് സൈൻ 2x, സോറി സൈനിൻ്റെ അല്ലേ, കോസ് 2x ബൈ 2 പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ ആൻസർ ഇട്ട് 1/2 മൈനസ് കോസ് 4x ബൈ 4 മൈനസ് കോസ് 2x ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതായിട്ടുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ 15ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇൻ്റഗ്രൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഇനി നമ്മൾ 3-4 ടൈപ്പ് ഉണ്ട്, അതിൽ പറ്റാവുന്നതൊക്കെയാണ് ചെയ്യുന്നത്. x² കോസ് x³ dx, x³ dx. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുന്നതിൽ ഒരു ഹയർ ഫംഗ്ഷൻ ഉണ്ടാവും, എക്സിൻ്റെ ഏതെങ്കിലും ഒരു ഹയർ ഫംഗ്ഷൻ. അതിൻ്റെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്ന സാധനം ഇവിടെ ഉണ്ടാവും.
ഓക്കെ, അപ്പോൾ അതിന് ഡിഫറൻഷ്യലിനെ കുറിച്ച് നമുക്ക് അറിയണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ് കേട്ടോ. എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. ഇൻ്റഗ്രൽ ഇപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, രണ്ടും മാറിപ്പോവരുത്. മറ്റേത് എക്സ് റൈസ് ടു എൻ ഇൻ്റഗ്രലാണ്. അതെന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി. ഓക്കെ, ഡിഫറൻഷ്യൽ അറിയുമ്പോൾ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. ഡിഫറൻഷ്യൽ ആകുമ്പോൾ പവർ കുറവായിരിക്കും. അപ്പോൾ ഇതിൽ ഒരു പവർ എത്ര വെച്ചാൽ അതിനേക്കാൾ ഒന്ന് കുറഞ്ഞ സാധനം ഇവിടെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് പവർ ഉള്ള അതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കയറി വന്നു. അപ്പോൾ കോസ് എക്സ് ആണ് നോർമൽ ഫംഗ്ഷൻ. എക്സിൻ്റെ സ്ഥാനത്ത് വേറെ ഒന്ന് കയറി വന്നു. ആ ഉള്ളിൽ കയറി വന്നാൽ അതിനെന്ത് ചെയ്യുക? നമ്മൾ യു എന്ന് കൊടുക്കുക. ഓക്കെ, പുട്ട് എക്സ് ക്യൂബ് ഈക്വൽ ടു യു. ഇത് ഈക്വൽ ടു യു എന്ന് കൊടുക്കുക. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് കേട്ടോ. വിത്ത് റെസ്പെക്ട് എന്നുള്ള ഷോർട്ടാക്കി എഴുതിയതാണിത്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക? യു എന്ന് കൊടുക്കുക. ഈ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3x² എന്ന് കിട്ടും. കാരണം എന്താ? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ചെയ്തതാണ്. ഈക്വൽ ടു യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്താൽ ഡി യു ബൈ ഡി എക്സ് ആണ് കിട്ടുക. ഡി യു ബൈ ഡി എക്സ്. ഇനി നോക്ക് നിങ്ങൾ, നമുക്കിവിടെ എക്സ് സ്ക്വയറും ഡി എക്സും ഉണ്ട്. ഇതിനൊന്നിട്ട് മാറ്റി എഴുതി എങ്ങനെ വരാം? കോസ് എക്സ് ക്യൂബിന് ആദ്യം എഴുതി, അതിന് ശേഷം ഇവിടെയുള്ള എക്സ് സ്ക്വയറിന് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? എക്സ് സ്ക്വയർ ഡി എക്സിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡി എക്സിനെ അങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കൂടെ ഒരു 3 നിൽക്കണില്ലേ? ആ 3നെ അപ്പുറത്തേക്കാൻ കൊണ്ടുപോകും. അതായത് എക്സ് സ്ക്വയർ ഡി എക്സ് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡി യു ബൈ 3 എന്ന് കിട്ടും. എന്താ ചെയ്യുക? ഈ ഡി എക്സിനെ അങ്ങോട്ട് ഗുണിക്കുക. അവിടെ ഒരു 3 അധികം ഉണ്ടാവും. നമുക്ക് എക്സ് സ്ക്വയർ ഡി എക്സ് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ 3നെ എന്ത് ചെയ്യുക? ഗുണിക്കണം എന്നുള്ള 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഹരിക്കണം എന്നാവും. അപ്പോൾ ഡി യു ബൈ 3 എന്നാവും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫംഗ്ഷന് യുവിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സ്ഥാനത്തും യുവിലേക്ക് മാറണം. പിന്നെ എക്സ് അവിടെ പാടില്ല. അപ്പോൾ അത് ഫുള്ള് നമ്മൾ ഇനി യുവിലേക്ക് മാറണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇൻ്റഗ്രൽ കോസ്, നമ്മൾ എക്സ് ക്യൂബിന് യു എന്ന് കൊടുത്തു അല്ലേ? അപ്പോൾ കോസ് യു ഇൻറ്റു ഡി യു ബൈ 3 എന്ന് വരും. അപ്പോൾ എപ്പോൾ കോൺസ്റ്റൻ്റ് അടിയിൽ വന്നാലും അതിനെ നമുക്ക് 1/3 ആണെങ്കിൽ 3 ആണെങ്കിൽ 1/3 ആയിരുന്നു എടുക്കുക. ഏതാണെന്ന് വെച്ചാൽ അതിനെ 1/, നിട്ടുകാണ്ട് ഇങ്ങോട്ട് പുറത്തെടുക്കുക. 1/3 കോസ് യു ഡി യു ഇങ്ങനെ വരും. നമുക്കറിയുന്ന റിസൾട്ട് ഏതാണ്? ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്താ? കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്താണ്? സൈൻ എക്സ് പ്ലസ് സി ആണ്. ഇതേപോലെ ഇൻ്റഗ്രൽ കോസ് യുവിലാണ് പറയണമെങ്കിൽ എന്ത് ചെയ്യുക? രണ്ടും യുവിലേക്ക് അങ്ങോട്ട് മാറ്റിയാൽ മതി. ഇവിടെ യുവും ഡി യു ആണെങ്കിൽ ഇവിടെ എക്സും ഡി എക്സും ആണ്, വൈയും ഡി വൈ ആണോ നോക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഫംഗ്ഷനും അതുപോലെ മാറ്റുക. സൈൻ യു പ്ലസ് സി. ഓക്കെ, സൈൻ യു പ്ലസ് സി. അപ്പോൾ എന്താ കിട്ടുക? 1/3 എന്താ വരും? കോസ് യു ഡി യു ആയിരുന്നെങ്കിൽ സൈൻ യു അല്ലേ? അപ്പോൾ എന്താ വരിക? സൈൻ യു പ്ലസ് സി. ഇനി യു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. അത് ചോദ്യം 8ൽ യു ഒന്നുമില്ല, ചോദ്യത്തിൽ ആകെ എക്സിലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യുവിനെ ലാസ്റ്റ് മാറ്റി കൊടുക്കണം. അപ്പോൾ യുവിന് എന്ത് ചെയ്യുക? നമ്മൾ മാറ്റി കൊടുക്കുക. യു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യു എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുക 1/3 സൈൻ എക്സ് ക്യൂബ് പ്ലസ് സി എന്ന് കിട്ടും കേട്ടോ. 1/3 സൈൻ എക്സ് ക്യൂബ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കയറി വരുന്ന ഫംഗ്ഷന് യു എന്ന് കൊടുക്കുക. അതിൻ്റെ ഡിഫറൻഷ്യൽ അതിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ടാവും. അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? 16. ഇനി നോക്ക്, ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് കോസ് എക്സ് ഡി എക്സ് ഇങ്ങനെ വന്നെന്ന് വെച്ചോ. ഓക്കെ, ഈ സൈൻ ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇൻ്റഗ്രൽ സൈൻ എക്സിൻ്റെ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാലും സൈൻ ക്യൂബ് എക്സ് തന്നെയാണ്. സൈൻ ക്യൂബ് എക്സ് പറഞ്ഞാലും സൈൻ എക്സിൻ്റെ ഹോൾ ക്യൂബ് പറഞ്ഞാലും അത് തന്നെയാണ്. ഇൻറ്റു കോസ് എക്സിന് ഡി എക്സ് ഇങ്ങനെ എഴുതാം. ഇവിടെ നോക്ക്, ഒരു ഫംഗ്ഷന് എക്സ് റൈസ് ടു എൻ രൂപത്തിലാണ് ഇത് കിടക്കുന്നത് അല്ലേ? ഇവിടെ എക്സ് എന്നല്ല, എന്തോ ഒരു റൈസ് ടു എൻ, പവർ ഒരു ഫംഗ്ഷൻ റൈസ് ടു എൻ.
ഒരു ഫംഗ്ഷൻ റൈസ് ടു എന്നും ആ ഫംഗ്ഷന് ഡിഫറൻഷ്യലും അടുത്ത് കിടക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷന് യു എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുക സൈൻ എക്സ് ഒരു ഫംഗ്ഷനാണ്, എക്സിലുള്ള ഒരു ഫംഗ്ഷനാണ്, അതിന് ഡിഫറൻഷ്യലാണ് കോസ് എക്സ്. ആ ഫംഗ്ഷൻ എന്താണ്, ഒരു പവർ ഉണ്ട് 3 എന്ന് പറഞ്ഞിട്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ സൈൻ എക്സ് ആ ഫംഗ്ഷൻ ഏതാണോ അതിന് യു എന്ന് കൊടുക്കുക. സൈൻ എക്സ് ഈക്വൽ ടു യു. ഇനി നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ് എന്ന് കിട്ടും, യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി യു ബൈ ഡി എക്സ്. ഇനി എന്താ ചെയ്യുക, ആ ഡി എക്സ് ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പോൾ ഈ കോസ് എക്സ് ഡി എക്സ് സമം എന്ത് കിട്ടും, കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡി യു എന്ന് കിട്ടും. ഓക്കെ, അതിവിടെ മാറ്റി കൊടുക്കുക ഇൻ്റഗ്രൽ. ഇപ്പോൾ ഇനി സൈൻ എക്സിനാണ് നമ്മൾ യു എന്ന് കൊടുത്ത്, അപ്പോൾ എന്തായി നമ്മുടെ ഉത്തരം യു ക്യൂബ് ഇൻറ്റു ഡി യു എന്നായി. കാരണം എന്താ, കോസ് എക്സ് ഡി എക്സ് പറഞ്ഞാൽ ഡി യു ആണ്. അപ്പോൾ എക്സ് റൈസ് ടു എൻ ഡി എക്സ്, എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്തെങ്കിലും ഇൻ്റഗ്രൽ അവിടെ എഴുതിയിരുന്നു, എക്സ് റൈസ് ടു n+1 ബൈ n+1. അപ്പോൾ യുവിലാണ് പറയണമെങ്കിൽ യു റൈസ് ടു n+1, n പറഞ്ഞാൽ 3, 3+1 ബൈ 3+1 പ്ലസ് സി. ഇനി യു നമ്മൾ മാറ്റി കൊടുക്കുക. യു എന്തായിരുന്നു, സൈൻ എക്സ് ആയിരുന്നു യു. അപ്പോൾ സൈൻ എക്സ് റൈസ് ടു 4 ബൈ 4 പ്ലസ് സി എന്ന്. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. സൈൻ എക്സ് റൈസ് ടു 4 ബൈ 4 പ്ലസ് സി കേട്ടോ. അപ്പോൾ ഈ ടൈപ്പുകളൊക്കെ ഓർത്ത് വെക്കുക, ഇതൊക്കെ പഠിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഫംഗ്ഷനും അതിൻ്റെ ഡിഫറൻഷ്യൽ അവിടെ തന്നെ കിടക്കുന്നുണ്ടോ നോക്കുക. അങ്ങനെ യു കൊടുക്കേണ്ടത് ഏതിനാന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് യു എന്ന് കൊടുത്തിട്ട് രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ചോദ്യത്തിൽ തന്ന അതിലേക്ക് എത്തും. ഇനി ഇതേപോലെ നോക്ക്, ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡിഫറൻഷ്യലും അടിയിലും മുകളിലായിട്ടാണ് വരുന്നതെങ്കിൽ, ഓക്കെ, അടിയിൽ ഫംഗ്ഷനും ഡിഫറൻഷ്യലും മുകളിലും വരികയാണെങ്കിൽ അതിനെന്താ ചെയ്യുക, അടിയത്തെ ആ ഫംഗ്ഷന് യു എന്ന് കൊടുക്കണം. അപ്പോൾ ഈ രൂപത്തിൽ നമ്മളോട് പ്രത്യേകിച്ച് ചോദിക്കാറുണ്ട്, ഇൻ്റഗ്രേറ്റ് ടാൻ എക്സ് ഡി എക്സ്. ടാൻ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ കോട്ട് എക്സിനൊക്കെ ചോദിക്കും. അപ്പോൾ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതണം എന്താണ്, സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് എന്ത്, ടാൻ എക്സ് എന്ന് പറഞ്ഞു. സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ്. ഈ റിസൾട്ട് നമുക്ക് ആദ്യം അറിയണം, സൈൻ എക്സും കോസ് എക്സും തമ്മിലുള്ള ബന്ധം. സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ്. ഇനി എന്താ ചെയ്യുക, കോസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ എക്സ് ആണ്. മൈനസ് നോക്കണ്ട, ആ സൈൻ എക്സ് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കോസ് എക്സിന് യു എന്ന് കൊടുക്കണം. പുട്ട് കോസ് എക്സ് ഈക്വൽ ടു യു. ഇനി എന്താ, നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യണേ, ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ കോസ് എക്സിൻ്റെ എന്തൊരു മൈനസ് സൈൻ എക്സ് ഡി എക്സ്, സോറി മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ്. ഓക്കെ, അപ്പോൾ എന്തോരും നമ്മളുടെ എന്താണ് സൈൻ എക്സ് ഡി എക്സ് പറഞ്ഞാൽ എന്തായിരിക്കും, മൈനസ് സൈൻ എക്സ് ഡി എക്സ് ആണ് ഡി യു. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ഡി യു മൈനസ് ഡി യു എന്ന് കിട്ടും. ഓക്കെ, ആ മൈനസ് ഇവിടെയുള്ള മൈനസിനെ അങ്ങോട്ട് ഗുണിച്ചാൽ മതി കേട്ടോ. മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ഡി യു എന്ന് കിട്ടും. ഇവിടെയുള്ള മൈനസ് അപ്പുറത്തേക്ക് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ വരിക, ഇൻ്റഗ്രൽ ഇവിടെ നോക്ക് സൈൻ എക്സ് ഡി എക്സ് കിടക്കണില്ലേ, അതിന് പകരം മൈനസ് ഡി യു എന്ന് കൊടുക്കുക, ഡിവൈഡഡ് ബൈ കോസ് എക്സ് പറഞ്ഞാൽ എന്താണ്, യു ആണ്. ഓക്കെ, യു. ഇനി നോക്ക് ഡി യു ബൈ മൈനസ് വിഷയാക്കേണ്ട, അത് മുന്നിൽ എടുത്താൽ മതി. ഡി യു ബൈ യു എന്നാണ് വരിക. ഇനി ഡി യു ബൈ യു എന്ന് പറഞ്ഞാൽ 1/u ഡി യു ആണ്. ഇൻ്റഗ്രൽ 1/u ഡി യുവിനെയാണ് എന്ത്, ഡി യു ബൈ യു എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 1/x ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ട് എന്താണ്, ലോഗ് എക്സ് ആണെന്നല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് യുവിന് പകരം ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മൈനസ് ലോഗ് യു പ്ലസ് സി എന്ന് എഴുതാം. ഓക്കെ, ഇനി യു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൊടുത്തിരുന്നത്, യു എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, മൈനസ് ലോഗ് കോസ് എക്സ് എന്ന് കൊണ്ട്. ഓക്കെ, ഇനി നമ്മൾ ടാൻ എക്സിൻ്റെ റിസൾട്ടായിട്ട് പൊതുവേ പഠിക്കുന്നത് ലോഗ് സീക്ക് എക്സ് ആണ്. അതിലേക്ക് എത്തിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി ഒക്കെ അറിയേണ്ടി വരും. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, ലോഗരിതത്തിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഇതിൻ്റെ പവർ ഏതാണെന്ന് വെച്ചാൽ അതിനിങ്ങോട്ട് മുന്നിൽ കൊണ്ടുവരാം. അപ്പോൾ -1 ലോഗ് എക്സ് ആണ്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഓർത്ത് വെക്കുക, ലോഗ് സീക്ക് എക്സ് ആണ് ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എഴുതി വെച്ചാലും മതി. കോസ് എക്സ് റൈസ് ടു -1 ആണ്. കാരണം ഈ -1 മുകളിലുള്ള ഇങ്ങനെ അടിയിലേക്ക് വരുമ്പോഴാണ് ഇവിടെ നെഗറ്റീവ് വരിക കേട്ടോ. അപ്പോൾ ലോഗ് കോസ് എക്സ് -1, അതായത് എന്താണ്, ലോഗ് കോസ് എക്സ് റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/cos x എന്ന് എഴുതാം. 1/cos x എന്ന് എഴുതാം. ഓക്കെ, അതായത് ഇവിടെയുള്ള അടിയിലെ കോസ് എക്സിന് മുകളിൽ കൊടുത്തപ്പോഴാണ് മൈനസ്. നമ്മൾ നേരത്തെ എക്സ് ക്യൂബിനൊക്കെ കൊടുത്തപ്പോൾ മൈനസ് എന്നില്ല, അതേപോലെ ഇനി 1/cos പറഞ്ഞാൽ സീക്ക് എക്സ് ആണ്. അപ്പോൾ ആൻസർ എന്താ കിട്ടുക, ലോഗ് സീക്ക് എക്സ് എന്നാണ് കിട്ടുക കേട്ടോ. ഓക്കെ, പ്ലസ് സി.
അപ്പോൾ ടാൻ എക്സിൻ്റെ പൊതുവേ നമ്മൾ റിസൾട്ട് യൂസ് ചെയ്യാറ് ലോഗ് സീക്ക് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ കോട്ടെക്സും ചോദിക്കാറുണ്ട്. അപ്പോൾ ടാൻ എക്സ് ചോദിച്ചെങ്കിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ചെയ്താൽ എന്നിട്ട് അടിയത്തെ കോസ് എക്സിന് യു കൊടുക്കുക. കോട്ടെക്സ് ആണ് ചോദിച്ചെങ്കിൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ചെയ്താൽ എന്നിട്ട് അടിയത്തെ സൈൻ എക്സിന് യു കൊടുക്കുക. അതേപോലെ ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ ആ കാര്യം നോക്കുക. നമ്മളിപ്പോൾ രണ്ടും ചെയ്യണില്ല. ഇപ്പോൾ ടാൻ എക്സ് ചെയ്തിട്ടുണ്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിരുന്നതാണ്. അപ്പോൾ നോക്കുക, ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് കാണാൻ സൈൻ എക്സ് ബൈ കോസ് എക്സ് ചെയ്താൽ അടിയത്തെ ഫംഗ്ഷന് യു എന്ന് കൊടുത്തിട്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇനി നോക്ക്, നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉണ്ട്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇതേ ഇൻ്റഗ്രേഷനിൽ തന്നെ പലതിനും എന്താ ചെയ്യുക, ഒരു ലിമിറ്റ് വരും. ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറഞ്ഞിട്ട് ഒരു ലിമിറ്റ് വരും. അതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ അതിൽ നിന്ന് എന്താ ചെയ്യുക, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം ഇപ്പോൾ നമ്മൾ ഇതിന് സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 0 to 1, 0 മുതൽ 1 വരെ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 dx. ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുക, ഓരോ ഫംഗ്ഷനെ സെപ്പറേറ്റ് ചെയ്യുക. ഇത് എക്സ് റൈസ് ടു n രൂപത്തിലാണ്. ഇവിടെ 2xൽ 2 കോൺസ്റ്റൻ്റ് ആണ്. വീണ്ടും ഇത് എക്സ് റൈസ് ടു n ആണ്. ഇവിടെ n പറഞ്ഞാൽ 1 ആണ്. പിന്നെ മൈനസ് 3നെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യൽ 0 ആണ്, പക്ഷേ ഇൻ്റഗ്രൽ എന്താണ്, 0 അല്ല കേട്ടോ. അപ്പോൾ ഇതിനെന്താ ചെയ്യുക, ഓരോന്നിനും ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയറിൻ്റെത് എന്താ വരിക, ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് 0 to 1. നമ്മൾ ലിമിറ്റ് ഒരുമിച്ച് കൊടുക്കുക അവസാനം. ഇപ്പോൾ ലിമിറ്റ് ഇല്ലാതെ ചെയ്ത് നോക്കാം. പ്ലസ് 2 കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. ഇനി മൈനസ് 3 ഇൻറ്റു 3 കോൺസ്റ്റൻ്റ് ആണ് ഡി എക്സ് കേട്ടോ. ഓരോന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഒക്കെ 0 to 1 ആണ്. ഓക്കെ, ഓരോന്നിനും സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ ഒരുമിച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്ത്, ഇത് എക്സ് റൈസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് റൈസ് ടു n + 1, 2 + 1 3/3 കേട്ടോ. എക്സ് റൈസ് ടു 3/3. ഇനി പ്ലസ് 2 ഇൻറ്റു ഇവിടെ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക, ഇവിടെ പവർ 1 ആണ്, അതുകൊണ്ടാണ് ഒന്നും കൊടുക്കാത്തത്. അപ്പോൾ 1 + 1 x²/2. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. ഇനി മൈനസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ, ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് കേട്ടോ. ഓർത്ത് വെക്കണം, ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ 3x. ഓക്കെ, ഇനി ഇതിന് സീൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. കാരണം എന്താ, ഇവിടെ ലിമിറ്റ് തന്നിട്ടുണ്ട്. ലിമിറ്റ് തരുമ്പോൾ പിന്നെ സി ഇടേണ്ട ആവശ്യമില്ല. 0 to 1. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക, 1³ / 3 പ്ലസ് 1² മൈനസ് 3 ഇൻറ്റു 1 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക 0³ / 3 0. ഈ ടേമും 0 ആയി, ഈ ടേമും 0 ആയിട്ടാ, ഒക്കെ 0 ആയി. ഇതും 0, ഇതും 0, ഇതും 0. അപ്പോൾ എന്താ വരിക, 1/3 + 1 - 3 കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും, -2. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക -2 പ്ലസ്, ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 1ഉം -2 ചെയ്യുമ്പോൾ എന്തരും 1/3 -2 എന്നാണ് വരിക. ഇതെങ്ങനെ ചെയ്യുക, ഇത് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ അടിയിൽ ഒരു 1 ഇട്ട് കൊടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ വരിക, 1 - 6, അതായത് -5/6 5/3 എന്ന് കിട്ടും. 6 അല്ല 5/3, അടിയിൽ 3 അല്ലേ, 3 × 1, അപ്പോൾ -5/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ ഇതാണ്. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പറഞ്ഞാൽ ലിമിറ്റ് കൊടുക്കണ്ടാവും, നമ്മൾ ലിമിറ്റ് കൊടുക്കുക, എന്നിട്ട് നേരെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ നിന്ന് നോക്കാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഇൻ്റഗ്രേഷൻ തന്നെ 0 to 2 ലിമിറ്റിലാണ് വരുന്നത് കേട്ടോ. x² log x dx. ഓക്കെ, അപ്പോൾ ഇതിനെ ഇവിടെ നോക്കി 2 ഫംഗ്ഷന് ഗുണിക്കാനായിട്ട് ഇൻ്റഗ്രേഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പറഞ്ഞാൽ u/v/dx എന്ന് പറഞ്ഞാൽ, u/v പറഞ്ഞാൽ എക്സിലുള്ള 2 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതാണ് ചെയ്യാറ്. അപ്പോൾ ഈ രൂപത്തിൽ എന്താ ചെയ്യുക, ആദ്യം ഇതിനെ ചെയ്യുക. അപ്പോൾ ഇതിൽ ഏത് നമ്മൾ തന്ന ഓർഡറിൽ അങ്ങോട്ട് ഫസ്റ്റ് സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കില്ല. അതിനൊരു റൂളുണ്ട്, ഐ ലേറ്റ് എന്ന് പറഞ്ഞിട്ട് റൂള്. ഓക്കെ, ഇത് ഐ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് വേണം ഫസ്റ്റ് എടുക്കാൻ. ഇല്ലെങ്കിൽ ലോഗരിതം ഉണ്ടോ നോക്കുക.
ലോഗരിതം ഉണ്ടെങ്കിൽ അത് എടുക്കണം. ഇനി ആൾജിബ്രേക്ക് ഉണ്ടോ നോക്കുക, അതില്ലെങ്കിൽ ഓക്കെ, അതില്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഉണ്ടോ നോക്കുക, സൈൻ എക്സ് കോസ് എക്സ് അങ്ങനത്തെ. ആൾജിബ്രേക്കിൽ വരിക എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് ഒക്കെ ഇട്ടാൽ നമ്മൾ 1 ഒക്കെ ഇതിലാണ് കൗണ്ട് ചെയ്യാറ്. ഈ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ. ഓക്കെ, അപ്പോൾ എന്താ വരിക, ഇതിനെന്ത് വേണമെങ്കിൽ നമുക്കൊന്ന് ആദ്യം എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ ലോഗരിതവും എക്സ് സ്ക്വയർ പറഞ്ഞാൽ ആൾജിബ്രേക്ക് ആണ്. അപ്പോൾ ഇത് രണ്ടുള്ളൂ. അപ്പോൾ ഇതിലേതാ ഫസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ ഏതാ, ലോഗ് എക്സ് ആണ്. വി എന്ന് പറഞ്ഞാൽ ഏതാ, ഇതേ ഓർഡർ തന്നെ എടുക്കാം. യു പറഞ്ഞ ഫസ്റ്റ് ഫംഗ്ഷൻ, വി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫംഗ്ഷൻ, അത് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് 0 to 2 ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതിനെന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കുക നിങ്ങൾ, ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു, ഇനി ലിമിറ്റ് കൊടുക്കാണ്ട് കേട്ടോ, നമുക്ക് ലിമിറ്റ് ലാസ്റ്റ് കൊടുക്കാം, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ലോഗ് എക്സ് ഇൻറ്റു, ഇനി എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക, എക്സ് ക്യൂബ് ബൈ 3 മൈനസ് ലോഗ് എക്സിൻ്റെ ഇൻ്റഗ്രൽ വരിക 1/x എന്നാണ്, ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെത് വീണ്ടും എക്സ് ക്യൂബ് ബൈ 3 കേട്ടോ. അപ്പോൾ ഇവിടെ എക്സ് ഇവിടെ ഇത് വെട്ടുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ബാക്കി വരും. ഇവിടെ 3 എന്നുള്ളത് എന്താണ്, 3 അടിയിലായതുകൊണ്ട് 1/3 എന്ന് പറഞ്ഞ് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക നോക്ക് നിങ്ങൾ, ലോഗ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് ഇവിടെ 1/3 പറഞ്ഞിട്ട് 3 പുറത്തെടുത്തു. ഇനി ഇൻ്റഗ്രൽ ഓഫ് ബാക്കി ഇവിടെ എന്താ ഉള്ളത്, എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് ബാക്കിയുള്ളത്. അതിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഗുണിക്കുമ്പോൾ എന്താണ്, 3 × 3 9 എന്ന് വരും. ലോഗ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് ക്യൂബ് ബൈ 9 എന്ന് വരും. ഓക്കെ, എക്സ് ക്യൂബ് ബൈ 9 എന്ന് വരും. അപ്പോൾ അതെന്താ കിട്ടുക, ഇനി നമുക്ക് എന്താ ഇവിടെ ലിമിറ്റ് ഉണ്ട് കേട്ടോ, എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. എന്താണ് വരുന്നത്, 0 മുതൽ 2 വരെ. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിലിട്ട് പോകണം, നമ്മൾ ഇടാൻ വിട്ട് പോയതാണ്. 0 മുതൽ 2 വരെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഒക്കെ ലിമിറ്റ് ഉണ്ടാവും 0 മുതൽ 2 വരെ. ഇനി നമുക്ക് ആ ലിമിറ്റ് കൊടുത്തു നോക്കാം. ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സിന് എവിടെ വില കാണണം അവിടെ ഒക്കെ ലിമിറ്റ് കൊടുക്കുക, ആ വില കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, തന്ന വില കൊടുക്കുക. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് വേണം കൊടുക്കാൻ, ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ലോഗ് 2 ഇൻറ്റു എന്താ വരിക, 2 ക്യൂബ് ബൈ 3 മൈനസ് 2 ക്യൂബ് ബൈ 9 കേട്ടോ. ഇനി ആ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, 0 ആണ് വരുന്നത്. 0 ക്യൂബ് പറഞ്ഞാൽ 0 ആണ്, ഈ ടേം 0 ആയി. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ടേം എന്തായി, 0 ആയി. അപ്പോൾ എന്താണ്, -0 -0 കേട്ടോ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് ലോഗ് 2 ഇൻറ്റു 8/3 മൈനസ് 8/9 എന്ന് കിട്ടും. ഓക്കെ, ഇത് വേണമെങ്കിൽ 8/3 മുന്നേക്ക് ആക്കിയിട്ട് എഴുതട്ടോ, അങ്ങനെയൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ഉള്ളൂ, 2-3 ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇനി വരുന്നത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതായത് ഇത് ഇടയ്ക്ക് ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. അതായത് 0 to ഇൻ്റഗ്രൽ 0 to π/2, ഇവിടെ ഒരു 20ാമത്തെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരും. 0 to π/2 റൂട്ട് ഓഫ് 1 + sin 2x 1 + sin 2x കേട്ടോ, 1 + sin 2x dx. ഇങ്ങനെ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വന്നിരുന്നതാണ്. അപ്പോൾ ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അറിയണം. നമുക്ക് അറിയുന്നതാണ്, ട്രിഗ്നോമെട്രിയിൽ പഠിച്ചതാണ്. sin സ്ക്വയർ എക്സ് പ്ലസ് cos സ്ക്വയർ എക്സ് കാരണം എന്താ, sin സ്ക്വയർ എക്സ് പ്ലസ് cos സ്ക്വയർ എക്സ് എന്താ, 1 ആണ്. sin സ്ക്വയർ എക്സ് പ്ലസ് cos സ്ക്വയർ എക്സ് 1 ആണ്. sin 2x എന്ന് പറഞ്ഞാൽ എന്താണ്, sin 2x അല്ലെങ്കിൽ sin 2a എന്ന് പറഞ്ഞാൽ 2 sin x cos x ആണ് അല്ലേ, 2 sin x cos x ആണ്. അപ്പോൾ ഈ രണ്ട് എക്സ്പാൻഷൻ കൊടുക്കും. 1 എന്നുള്ളതിന് പകരം sin സ്ക്വയർ എക്സ് പ്ലസ് cos സ്ക്വയർ എക്സ് കൊടുക്കും. ഇനി sin 2x എന്നുള്ളതിന് പകരം 2 sin x cos x എന്ന് കൊടുക്കും. അപ്പോൾ 0 to π/2 റൂട്ട് ഓഫ്, ഈ വലിയൊരു റൂട്ട് വരച്ച് വെക്കുക, അതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. 1 എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കുന്നു, sin സ്ക്വയർ എക്സ് പ്ലസ് cos സ്ക്വയർ എക്സ് കൊടുക്കുന്നു. പ്ലസ് sin 2x പകരം എന്ത് കൊടുക്കുന്നു, 2 sin x cos x.
ഇത് കാണുമ്പോൾ എന്തിനെങ്കിലും എക്സ്പാൻഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? അതായത് ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ് അല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. അപ്പൊ ഇവിടെ നോക്ക് നിങ്ങൾ 0 to π/2 റൂട്ട് ഓഫ് ഇതൊക്കെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ്. അത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ രൂപത്തിലാണ് കിടക്കുന്നത്. ഇവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്നത് സൈൻ എക്സ് ആണ്, ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് എന്താണ്? കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. ഇനി എവിടെ റൂട്ട് സ്ക്വയറും അടുത്ത് വന്നാൽ രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. റൂട്ട് സ്ക്വയർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിലാണ് സ്ക്വയർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? രണ്ടും നഷ്ടപ്പെടും. 0 to π/2 ലിമിറ്റ് 0 to π/2 ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഓക്കെ, ലിമിറ്റ് എന്താണ്? 0 മുതൽ π/2 വരെയാണ് ഇതിൻ്റെ ലിമിറ്റ് വരുന്നത്. അപ്പോൾ നോക്ക്, ഇനി നമുക്ക് രണ്ടിനും എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് അറിയുന്ന റിസൾട്ടാണ് അല്ലേ? പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സൈൻ എക്സ് എന്താണ്? ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്താണ്? ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ കോസ് എക്സ് പറഞ്ഞാൽ എന്താണ്? പ്ലസ് സൈൻ എക്സ് ആണ്. ഓക്കെ, ഇതിന് ഇനി എന്ത് ചെയ്യാം? ലിമിറ്റ് കൊടുക്കുക 0 മുതൽ π/2 വരെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ റിസൾട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ സിമ്പിൾ ഇടരുത് കേട്ടോ. ഈ സമ്മേഷൻ്റെ ഈ സിമ്പിൾ, ഇൻ്റഗ്രലിൻ്റെ ഈ സിമ്പിൾ എന്താണ്? പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ലിമിറ്റ് കൊടുക്കുക. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ എന്താ വരിക? മൈനസ് കോസ് π/2 പ്ലസ് സൈൻ π/2 മൈനസ് കോസ് 0 കേട്ടോ, മൈനസ് കോസ് 0 പ്ലസ് സൈൻ 0. ഓക്കെ, ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ലോവർ ലിമിറ്റ്. ഇനി കോസ് π/2 പറഞ്ഞാൽ കോസ് 90 ഡിഗ്രി എത്രയാണ്? 0 ആണ്. കോസ് π/2 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഇനി സൈൻ π/2 പറഞ്ഞാൽ സൈൻ 90ന്റെ വില എന്താണ്? 1 ആണ്. 1 മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൈനസ് കോസ് 0 പറഞ്ഞാൽ എന്താ? അഗെയിൻ 1 കേട്ടോ. കോസ് 0 പറഞ്ഞാൽ 1 ആണ്. ഇനി സൈൻ 0 എന്താ? 0 കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് -1. രണ്ട് മൈനസ് അടുത്ത് വരുമ്പോൾ അതെന്താവും? പ്ലസ് ആയി മാറും. അതായത് നമ്മുടെ ആൻസർ കിട്ടുക 1 + 1 = 2 കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 റൂട്ട് ഓഫ് 1 + sin 2x എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ആൻസർ 2 ആണ് കിട്ടുക. ഓക്കെ, ഇനി നോക്ക് അടുത്തൊരു ക്വസ്റ്റ്യന്. ഇനി നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഒരുവിധം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇതിന് ബാക്കി സെക്ഷന് ഉച്ചക്കുള്ള സെക്ഷനിൽ മിസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ 2 സെക്ഷൻ എന്ത് ചെയ്യുക? ശരിക്കും മനസ്സിലാക്കി പഠിച്ചിട്ട് എക്സാമുകൾ കയറുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് മൊഡ്യൂൾ 4ൽ ഇമ്പോർട്ടൻ്റ് ആകെ 2 സെക്ഷനേ ഉള്ളൂ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഏരിയ കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നോക്ക്, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ സ്ട്രൈറ്റ് ലൈൻ. ഫൈൻഡ് ദ ഏരിയ കാണാനാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദ സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y = 2x + 3. y = 2x + 3 ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ്. അതായത് എക്സ് ആക്സിസുമായിട്ടാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ബൗണ്ടഡ് ബൈ എക്സ് ആക്സിസ് ആൻഡ് ദ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റിനെ പറയുന്നതാണ് ഓർഡിനേറ്റ്. ഓക്കെ, വൈ കോർഡിനേറ്റിനെ പറയുന്നതാണ് അബ്സിസ എന്ന്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ അബ്സിസ എന്നും ഓർഡിനേറ്റ് ഒന്നും ഉണ്ടാവും. അപ്പോൾ ആ ടേമുകൾ ഓർത്ത് വെക്കുക. ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റിനെ പറയുന്നതാണ്. ഇനി മറ്റേതെന്താണ്? അബ്സിസ എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റിനെ പറയുന്നത് കേട്ടോ. ആൻഡ് ദ ഓർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? ഓർഡിനേറ്റ്സ് എക്സ് = 1 ആൻഡ് എക്സ് = 3. ഇതൊന്നുമില്ല, ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ വളരെ എളുപ്പമാണ് ചെയ്യാൻ. അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. അതായത് ഇൻ്റഗ്രൽ a to b y dx. y എന്ന് പറഞ്ഞാൽ എക്സിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും.
അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മൾ എയും ബി എന്ന് പറഞ്ഞാൽ ഈ തന്ന ലിമിറ്റാണ്. ചെറിയ സംഖ്യ അടിയിൽ എഴുതുക, വലിയ സംഖ്യ മുകളിൽ എഴുതുക. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ എന്താണ് 3 ആണ്. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഇതാണ് എന്ത് ഏരിയ അണ്ടർ ദ കർവ് കേട്ടോ. ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞാൽ എ ടു ബി ബൈ ഡി എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ, ഫംഗ്ഷൻ എക്സിലാണോ കിടക്കുന്നത് നോക്കുക. ഫംഗ്ഷൻ എക്സിലാണ് അല്ലേ, ഫംഗ്ഷൻ എക്സിലാണെങ്കിൽ ലിമിറ്റ് എക്സിലാണോ നോക്കുക, നേരെ അങ്ങ് കൊടുക്കുക. അത്രേ ഉള്ളൂ, എക്സിലുള്ള ലിമിറ്റ് തന്നെ കൊടുക്കുക. അപ്പോൾ 1 2 3. ഓക്കെ, 1 2 3. ഇനി എന്താ ചെയ്യാം, വൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറഞ്ഞാൽ 2x + 3 ആണ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതാണ് ഏരിയ. അപ്പോൾ എന്താ കിട്ടുക, 2xൻ്റെ ഇൻ്റഗ്രൽ എന്താ 2 കോൺസ്റ്റൻ്റ് ആണ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക x² / 2 അല്ലേ. ഇനി പ്ലസ് 3 × 3 dx. നേരത്തെ നമ്മൾ ചെയ്തിരുന്നു, 3 കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് dx പറഞ്ഞാൽ എക്സ്. ഓക്കെ, ഈ 2 2 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇനി ലിമിറ്റ് കൊടുക്കുക 1 2 3. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. വളരെ എളുപ്പമാണ്, സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാത്തത്. x² + 3x എന്ത് ചെയ്യും 1 2 3. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്താ വരിക 3² + 3 × 3 -1² + 3 × 1. ഓക്കെ, അതായത് 9 + 9 - 1 + 3. അതായത് എന്ത് കിട്ടും, 18 - 4 = 14 എന്ന് ആൻസർ കിട്ടും. ഇത് നോക്ക്, ഇതിന് യൂണിറ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഏത് യൂണിറ്റ് അറിയില്ല, അപ്പോൾ സ്ക്വയർ യൂണിറ്റ് എന്ന് തന്നെ സെൻറ്റൻസിൽ അങ്ങനെ എഴുതി വെക്കുക. സ്ക്വയർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമാണ്. ഏരിയ തന്നാൽ ഒരു കർവിൻ്റെ അതേപോലെ അതിൻ്റെ ലിമിറ്റും തന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. നോക്ക്, ഇനി നമുക്ക് എല്ലാ ചോദ്യത്തിലും നേരിട്ട് ലിമിറ്റ് തന്നോണമെന്നില്ല. ലിമിറ്റ് ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. ചില ക്വസ്റ്റ്യനിൽ ലിമിറ്റ് നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ലിമിറ്റ് ക്വസ്റ്റ്യനിൽ തന്നോണമെന്നില്ല, പക്ഷെ അതിനൊരു കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y = x² + x. y = x² + x and x-axis. അതാണ് അവിടുത്തെ പോയിന്റ്. ഈ കർവ് എന്താണ്, y = x² + x ഉം x-axis തമ്മിലുള്ള ആ ഒരു ബൗണ്ട് ചെയ്യുന്ന ഭാഗത്തെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x-axis എടുക്കുമ്പോൾ അവിടെ y കോർഡിനേറ്റ് 0 ആണ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ x-axisൽ x-axisൽ എന്താ അവസ്ഥ, x-axisൽ എന്താണ്, y കോർഡിനേറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും. അതായത് y = 0. അപ്പോൾ നമ്മൾ y സമം എന്ത് കൊടുക്കുക, x² + x = 0 എന്ന് കൊടുക്കുക. ഓക്കെ, x² + x = 0 എന്ന് കൊടുക്കുക. ഇതിൽ നിന്ന് എങ്ങനെ എക്സിൻ്റെ വില കണ്ടുപിടിക്കുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ x കോമൺ ആണ് പുറത്തെടുക്കുക. ഓക്കെ, എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 2x ഉണ്ട്, x × x ആണ് x². അപ്പോൾ ഒരു x ബാക്കി വരും, പ്ലസ് ഇവിടെ നിന്ന് x പോകുന്ന അവിടെ 1 ബാക്കി വരും, = 0. അപ്പോൾ എന്താ ചെയ്യുക, ഒന്നെങ്കിൽ x = 0 ആണെങ്കിൽ, x 0 ആകുമ്പോഴാണ് ഈ ഉത്തരം 0 വരിക. അതല്ലെങ്കിൽ x + 1 0 വന്നാലും ആൻസർ 0 ആവാം അല്ലേ. കാരണം രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോൾ 0 വരണമെങ്കിൽ എന്താണ്, അതിലേതെങ്കിലും ഒരു നമ്പർ 0 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ എക്സിൻ്റെ വില എന്താണ്, x = 0 ഓർ x + 1 = 0. ഓക്കെ, ഒന്നെങ്കിൽ x 0 ആവാം, അതല്ല എങ്കിൽ x + 1 = 0 ആവാം. ഇനി x + 1 = 0 ആണെങ്കിൽ എക്സിൻ്റെ വില എന്താ, -1. +1 അങ്ങോട്ട് കൊണ്ടുപോയി -1. അപ്പോൾ ആൻസർ എന്താ കിട്ടുക. ഇനി നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏരിയയാണ് നമുക്ക് കണ്ടല്ലേ. ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് = ലോവർ ലിമിറ്റ് അടി കൊടുക്കുക. -1 0 എടുക്കുമ്പോൾ ലോവർ -1 ആണ്, -1. ഇനി എന്താ ചെയ്യുക, x² + x dx. ഓക്കെ, x² + x dx. ഇനി നോക്ക്, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ. ഇതിന് ഇൻ്റഗ്രേഷനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, x³ / 3 കിട്ടും, ഇതിൻ്റെത് x² / 2 കിട്ടും. ഇനി എന്താ ചെയ്യുക, ലിമിറ്റ് കൊടുക്കും -1 0. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തേരും 0 ആണ് അല്ലേ. 0/3 പറഞ്ഞാൽ 0, 0/2 പറഞ്ഞാൽ 0, ഈ രണ്ട് ടേം 0 ആയിപ്പോയി. മൈനസ് ലോവർ ലിമിറ്റ് എന്താ വരിക, -1 × 3
എന്താ വരിക? -1³ 3 പ്ലസ് -1ൻ്റെ സ്ക്വയർ ബൈ 2. -1ൻ്റെ ക്യൂബ് എന്താ? -1 തന്നെയാണ്. -1/3 -1ൻ്റെ സ്ക്വയർ എന്താ? +1 ആണ്. ഓക്കെ, ഇനി ഇതെന്താ ചെയ്യുക? അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × -1 -2 പ്ലസ് 3 എന്ന് പറയുമ്പോൾ എന്തായാലും 1/6 എന്ന് കിട്ടും. ഓക്കെ, പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എന്താണ്, ഇത് ലോവർ ലിമിറ്റ്, ഇതിന് ഈ മൈനസ് ആണ് ഉള്ളിൽ കൊടുക്കുമ്പോൾ ഈ ടേം പ്ലസ്സും ഇത് മൈനസും ആവും. നമ്മളിവിടെ ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുത്തില്ല, നേരെ ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തത്. അതായത് ഇവിടെ ഈ മൈനസ് ഉള്ളിൽ കൊടുക്കണം. അപ്പോൾ ഈ ടേം പ്ലസ്സും ഇത് മൈനസും നേരെ തിരിയും കേട്ടോ. അപ്പോൾ -1/6 ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏരിയൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആൻസർ കിട്ടും. ഏരിയ ഒരിക്കലും നെഗറ്റീവ് വരില്ല. ഏരിയ എപ്പോഴും ഓൾവേസ് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആൻസർ കിട്ടിയാൽ എന്ത് ചെയ്യുക? നെഗറ്റീവ് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ +1/6 സ്ക്വയർ യൂണിറ്റ് ആണ് കേട്ടോ. ഇവിടെ എന്താണ് ആൻസർ? +1/6 സ്ക്വയർ യൂണിറ്റ്. ഓക്കെ, +1/6 സ്ക്വയർ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഈ 4 മൊഡ്യൂളിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയുള്ള ഇതിൻ്റെ ബാക്കി സെക്ഷൻ ഇനി അടുത്തതിൽ ടീച്ചർ എടുക്കും. അപ്പോൾ ആ സെക്ഷനും കൂടി പഠിച്ചിട്ട് നല്ലോണം ഈ ക്വസ്റ്റ്യൻസിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് എക്സാം ആൾ കയറുക. നല്ലൊരു മാർക്കോടുകൂടി തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയും കേട്ടോ. ഇനി 4th മൊഡ്യൂളിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ സൊല്യൂഷൻ കാണാൻ ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെക്കുക. നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ല, എല്ലാവർക്കും അത് മനസ്സിലായിക്കോണമെന്നില്ല. പിന്നെ അതിൽ സിമ്പിളായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഓർഡറും ഡിഗ്രി കാണാൻ ഇടയ്ക്കുണ്ടാവും. ഓർഡർ ഡിഗ്രി ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡർ കാണുന്ന ഡിഗ്രിയാണ്. വളരെ എളുപ്പമാണ്, ഒന്നും ചെയ്യാനില്ല. തന്ന ചോദ്യത്തിൽ നോക്കിയിട്ട് ഉത്തരം ഇതാനുള്ളതാണ്. അപ്പോൾ നോക്കേ, ഒരു d²y/dx² (5) പ്ലസ് 5 dy/dx (8) ഇനി പ്ലസ് 2y = 0. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇനി ഇതേപോലെ തന്നിരിക്കുന്നത് എന്താണ്? d³ y/dx³ പ്ലസ് 8 d²y/dx² പ്ലസ് 2y വേണ്ട 3y എന്തെങ്കിലും ആയിക്കോട്ടെ കേട്ടോ = 0. അപ്പോൾ ഇതിൻ്റെ ഓർഡറും ഡിഗ്രി എങ്ങനെ എഴുതണമെന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച്, വളരെ എളുപ്പമാണ്, എല്ലാവർക്കും കിട്ടാവുന്ന മാർക്കാണ്. അപ്പോൾ ഓർഡറും ഡിഗ്രിയും കാണുക എന്ന് പറഞ്ഞാൽ ഇതിൽ dy/dx-ഉം d²y/dx² ഉണ്ടാവും. അതിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണെന്ന് വെച്ചാൽ dy/dx ഉണ്ടാവും, d²y/dx² ഉണ്ടാവും, d³ ഉണ്ടാവും. അതിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ ഇവിടെ നോക്ക്, d² ഉണ്ട്, dy/dx ഉണ്ട്. അപ്പോൾ ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ഉള്ളത് കൊണ്ട് ഇവിടെ ഓർഡർ പറഞ്ഞാൽ 2 ആണ് കേട്ടോ. ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി ഇവിടെ നോക്ക്, d²y ഉണ്ട്, d³ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ എന്താണ് ഓർഡർ? എന്താ ഓർഡർ? 3 ആണ്. ഹയസ്റ്റ് ഏതാ വെച്ചാൽ അതാണ് അതിൻ്റെ ഓർഡർ. ഇനി ഈ ഹയസ്റ്റ് എടുത്ത സാധനത്തിൻ്റെ പവർ ഏതാ വെച്ചാൽ നോക്കുക. ഹയസ്റ്റ് പവർ അല്ല, ഇവിടെ 5 ഉണ്ട്, 8 ഉണ്ട്. പക്ഷേ ഈ 8 എന്താണ്? dy-ൻ്റെ പവറാണ്. അത് പറ്റില്ല. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാ എടുത്ത് അതിൻ്റെ പവർ ഏതാ നോക്കിയിട്ട് അതാണ് അതിൻ്റെ ഡിഗ്രി. അപ്പോൾ ഇവിടെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ് കേട്ടോ. ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5. ഈ നമ്പർ എഴുതാനേ ചോദിക്കുള്ളൂ, ഓർഡർ ചെയ്താൽ ഡിഗ്രി എഴുതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? അതേപോലെ എന്താണ്? ഇവിടെ d² ഉണ്ട്, d³ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ 7 ഇതിന് 9 ആണ്. പക്ഷേ ഇവിടെ 9 അല്ല ഡിഗ്രി. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇതായത് കൊണ്ട് അതിൻ്റെ പവറാണ് ഡിഗ്രി. അപ്പോൾ ഡിഗ്രി = എന്താ? 7 കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാത്തമാറ്റിക്സ് 2 മെയിൻ സെക്ഷൻസൊക്കെ മോർണിംഗ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ബാക്കി ഭാഗമൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ ഉച്ചക്കാണ് എക്സാം, രാവിലെയൊക്കെ നല്ല ടൈമിൽ നല്ല ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ ക്ലാസ് കൂടാതെ നാളെയും ഉച്ചവരെ ടൈമുണ്ട്. ഒക്കെ എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് പോവുക. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.